ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധ്യായം 71. പല്ലവിയുമായുള്ള ബന്ധത്തെ പരിഹസിച്ചുകൊണ്ട് കൂട്ടുകാർ അനന്തനെ നന്നായി ചൊറിഞ്ഞു. അപ്പോഴേക്കും രഘുവും അവിടെ എത്തിയിരുന്നു. അനന്തനെ കണ്ട അവൻ ആദ്യം ഒന്ന് ചൂളിയെങ്കിലും അവർ തമ്മിലുള്ള പ്രശ്നവും ശേഷം അനന്തൻ തന്റെ ജോലി തെറിപ്പിച്ചതും ഒന്നും മറ്റുള്ളവരറിയാതെ ഇരിക്കാൻ അവൻ ശ്രദ്ധിച്ചു. അതുപോലെ തന്നെ അനന്തൻ എങ്ങനെയെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന് കരുതിയിരുന്ന അവന് അവിടെ നടക്കുന്ന ചർച്ച അറിഞ്ഞപ്പോൾ സന്തോഷം തോന്നി. കിട്ടിയ തക്കത്തിന് രഘുവും അവരോടൊപ്പം ചേർന്നു. എന്നാലും അവൻ അനന്തനോട് നേരിട്ടൊന്നും സംസാരിക്കാൻ തുനിഞ്ഞില്ല. ആ അജിത്തേട്ടാ, എന്താ അവിടെ വന്ന് കളഞ്ഞ്? ഇങ്ങോട്ട് വന്നോളൂ. ഗൈസ്, ഇത് അജിത്തേട്ടൻ. ഇവിടെ ഇന്നത്തെ പരിപാടിയുടെ സെക്യൂരിറ്റിയാണ്. അജിത്തേട്ടന്റെ കണ്ണുകളെ വെട്ടിച്ചുകൊണ്ട് ഇന്ന് ആർക്കും അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല, അല്ല അജിത്തേട്ടാ? രഘു അവിടെ നിന്ന പരിചയമുള്ള സെക്യൂരിറ്റിയെ കണ്ടതും അയാളെ അവിടേക്ക് വിളിച്ച് ലോഹ്യത്തോടെ സംസാരിച്ചു. രഘുവിന്റെ സംസാരം കേട്ട അനന്തൻ അവനോടൊപ്പമുള്ള ഒരു 30-32 വയസ്സ് പ്രായം തോന്നുന്ന ആ യുവാവിനെ ശരിക്കൊന്നു നോക്കി. അയാളുടെ ഉറച്ച ശരീരവും പ്രസന്നമായ മുഖവും കണ്ടാൽ അറിയാം അയാൾ വെറും ഒരു സാധാരണ സെക്യൂരിറ്റി അല്ല, മറിച്ച് ജീവിതത്തിൽ വലിയ വിജയം നേടിയ ഒരു മനുഷ്യൻ തന്നെയാണെന്ന്. അജിത്തിന്റെ കണ്ണുകൾ അവിടെയുള്ള ഓരോ പെൺകുട്ടിയുടെയും ശരീരത്തിലൂടെ കയറി ഇറങ്ങുന്നുണ്ട്. ഒടുവിൽ കൂട്ടത്തിലെ ഏറ്റവും സുന്ദരിയായ നീലിമയിൽ വന്ന് പതിച്ചു അയാളുടെ നോട്ടം. അയാളുടെ കണ്ണിൽ അവളെ കണ്ടപ്പോൾ കാമം ജ്വലിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ ആർക്കും തിരിച്ചറിയാൻ സാധിക്കും. ഇന്ന് ഈ ചെക്കന്റെ വാക്ക് കേട്ട് ഇവിടേക്ക് വരാൻ ഇറങ്ങിയത് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും വന്നത് നന്നായെന്ന് ഇപ്പൊ തോന്നുന്നു. നല്ല കിടിലൻ ചരക്കുകളാണല്ലോ. ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ പലതും മിസ് ചെയ്തേനെ. ആർക്കറിയാം ഇവരിൽ ആരൊക്കെയാണ് എന്റെ ചൂണ്ടയിൽ കൊളുത്താൻ തയ്യാറാവുന്നതെന്ന് അജിത് മനസ്സിൽ ചിന്തിച്ചു. അപ്പോ നിങ്ങളെല്ലാവരും ഇന്ന് ഫംഗ്ഷന് പങ്കെടുക്കുന്നുണ്ടല്ലോ. ഇന്ന് വലിയ വലിയ ആളുകൾ ഒത്തിരി എത്തുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ നല്ല ടൈറ്റ് സെക്യൂരിറ്റിയും ഉണ്ടായിരിക്കും അവിടെ. സെക്യൂരിറ്റീസിന്റെ ഇൻചാർജ് ഞാനാണെന്ന് രഘു പറഞ്ഞല്ലോ. എല്ലാവർക്കും അവിടേക്ക് കയറാൻ പാസൊക്കെ ഞാൻ ഒപ്പിച്ചു തരാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അവിടേക്ക് കയറുമ്പോൾ മുതൽ എല്ലാവരും അവരവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെ മറ്റ് ഇലക്ട്രോണിക് ഡിവൈസ് എല്ലാം തന്നെ ഓഫ് ആയിരിക്കണം എന്ന് നിർബന്ധമുണ്ട്. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. അജിത് പറഞ്ഞത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കി. അവർക്ക് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണം എന്ന കാര്യം ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതായിരുന്നില്ല. ഫോൺ ഓഫ് ചെയ്യാനോ? അപ്പോ ഞങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റില്ലേ? ഇത്രയും വലിയ പരിപാടിക്ക് വന്നിട്ട് സെൽഫിയെങ്കിലും എടുക്കാതെ തിരിച്ചു പോകുന്നത് എങ്ങനെയാ? കൂട്ടത്തിൽ ഒരു പെൺകുട്ടി വിഷമത്തോട് ചോദിച്ചു. അങ്ങനെ ചോദിച്ചാ ഇവിടുത്തെ അവസ്ഥ അതാണ്. ഒരുപാട് വലിയ വലിയ ആളുകൾ വരുന്നതല്ലേ. അതുകൊണ്ട് തന്നെ അവരിൽ എല്ലാവർക്കും അവരുടെ ഫോട്ടോസ് എടുക്കുന്നതും മറ്റും ഇഷ്ടമല്ല. ഒരുപാട് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി റീസൺസ് ഉണ്ട്. ആരെങ്കിലും അതെല്ലാം ധിക്കരിച്ച് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ ഡെഡ് ബോഡി ആയിരിക്കും പുറത്തെത്തുക. അതുകൊണ്ട് അരുതാത്ത സാഹസങ്ങൾക്ക് മുതിരരുത്, അജിത് പറഞ്ഞു. ഇത് കേട്ട് എല്ലാവരുടെയും മുഖം വിളറി. ഒരു ഫോട്ടോ എടുത്തതിന്റെ പേരിൽ എങ്ങനെയാണ് ഒരാളെ കൊല്ലുവാൻ കഴിയുക എന്നായിരുന്നു എല്ലാവരും അതിശയത്തോടെ ചിന്തിച്ചത്. അത്രയും ഭീകരമാകും അവിടുത്തെ അന്തരീക്ഷമെന്ന് അവരാരും തീരെ പ്രതീക്ഷിച്ചില്ല. അജിത് അവരുടെ മുഖത്തെ ഭയം കണ്ട് അല്പം പുളകം കൊണ്ടു. അപ്പോഴേക്കും രഘു അയാളെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചു. അജിത്തേട്ടാ, ഇന്നത്തെ പരിപാടിയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതൊക്കെ വഴിയെ പറഞ്ഞു തന്നാ മതി. ആദ്യം എന്തെങ്കിലും കഴിക്കേ. രഘു ഒരു പ്ലേറ്റിലേക്ക് ആഹാരം എടുത്തു വെച്ച് പറഞ്ഞു. രഘുവിന് അജിത്തിനെ തന്റെ ആളായി കൂടെ നിർത്താൻ വളരെയധികം താല്പര്യമുണ്ടായിരുന്നുവെന്ന് അവന്റെ പെരുമാറ്റം കണ്ടാൽ അറിയാം. അനന്തനാണെങ്കിൽ അവർക്കിടയിൽ അല്പം മുഷിച്ചിലോടെയാണ് ആഹാരം കഴിക്കാനിരിക്കുന്നത്. രഘു ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി അവിടേക്ക് വന്ന വെയിട്രസിനോട് ഇങ്ങനെ പറഞ്ഞു. എന്താ ഇത്? ഈ റൈസൊക്കെ അല്പം കൂടി വേവിക്കണ്ടേ? ദേ കണ്ടില്ലേ, ഞങ്ങളുടെ ഫ്രണ്ട് ചവയ്ക്കാൻ നല്ലോണം ബുദ്ധിമുട്ടുന്നത്. രഘു പറഞ്ഞത് കേട്ട് അനന്തന് ദേഷ്യം വന്നു. കുറച്ചു പേര് ചിരിക്കുന്നുമുണ്ട്. രഘു, ഞാൻ അവസാനമായിട്ട് പറയാ, നീ നിന്റെ കാര്യം നോക്കി മിണ്ടാതെ ഇരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അല്ലാതെ വെറുതെ എന്നെ കയറി ചൊറിയാൻ നിൽക്കണ്ട. ഇനി വെറും പറച്ചിലാവില്ല. അനന്തൻ അല്പം കടുപ്പിച്ച സ്വരത്തിൽ തന്നെ അവനോട് പറഞ്ഞു. ഇത് കേട്ട നിത്യയും ഗായത്രിയും അനന്തനെ സപ്പോർട്ട് ചെയ്തു. അത് തന്നെ, ഈ രഘുവിൻ എന്താ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി? കുറെ നേരമായി അനന്തനെ ചൊറിയുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നല്ലൊരു ദിവസം കുളമാക്കാതെ നീ നിന്റെ കാര്യം നോക്കിയേ. അനന്ത, നീ ഇതൊന്നും കാര്യമാക്കണ്ട, ഭക്ഷണം കഴിക്കും, നിത്യ പറഞ്ഞു. ഈ സമയം
ജഗന്റെ രക്തവും തിളച്ചു കയറുന്നുണ്ട്. എങ്ങനെയാണ് അവൻ കൺട്രോൾ ചെയ്യുന്നതെന്ന് അവന് തന്നെ അറിയില്ല. പക്ഷെ ജഗൻ അനന്തന്റെ അനുവാദമില്ലാതെ ഒന്നും ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാലാണ് അവൻ ഇത്ര നേരമായിട്ടും രഘുവിനെ തല്ലാതെ വിട്ടത്. അവൻ അനുവാദത്തിനെന്നോണം അനന്തനെ നോക്കി. അനന്തൻ ബ്രോ, ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ ഇവന്റെ തലയടിച്ച് തകർക്കും. ജഗൻ പറഞ്ഞത് കേട്ട് രഘുവും അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ളവരും ഒന്ന് ഞെട്ടി. അനന്തൻ ജഗനോട് അരുത് എന്ന് തലയനക്കി. ജഗൻ നിരാശയോടെ ആഹാരം കഴിക്കാൻ തുടർന്നു. അനന്തൻ അവിടെ ഒരു സംഘർഷാവസ്ഥ ചിത്രീകരിക്കാൻ ഒട്ടും ആഗ്രഹിച്ചിട്ടില്ല. അവൻ കഴിവതും ഒരു പ്രശ്നം ഉണ്ടാക്കാതെ ശ്രദ്ധിച്ചു. രഘുവിന് ഇത്തിരി ഇളക്കം കൂടുതലാ. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് നല്ലത് മേടിക്കുമ്പോ ശരിയാവും. അനന്ത, നീ അതൊന്നും കാര്യമാക്കണ്ട. അവൻ വെറുതെ ഒരു തമാശ പറഞ്ഞു എന്ന് കരുതിയാ മതി. രഘുവിന്റെ അടുത്തിരുന്ന മറ്റൊരു പയ്യൻ പറഞ്ഞു. പക്ഷേ അതുകൊണ്ടൊന്നും രഘു അടങ്ങിയില്ല. ഡാ അനന്ത, നീ നിന്റെ പണത്തിന്റെ പവറും കൊണ്ട് എന്നോട് കളിക്കാൻ വരണ്ട. നിന്റെ കാശ് കണ്ട് ഈ ഇരിക്കുന്നവന്മാരൊക്കെ നിന്നെ തൊഴുത് വണങ്ങി നിൽക്കുമായിരിക്കും. പക്ഷേ എനിക്ക് അതിന്റെ ആവശ്യമില്ല. നീ ഇനി എത്ര വലിയ കോടീശ്വരനായാലും എന്റെ മുന്നിൽ നീ വെറും വട്ട പൂജ്യമാണ്. എന്നോട് കളിക്കാൻ നീ ആയിട്ടില്ല, രഘു പറഞ്ഞു. രഘു എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് അവിടെ ഇരുന്ന എല്ലാവരും ചിന്തിച്ചു. എല്ലാവരും തന്റെ നേർക്കാണ് നോക്കുന്നത് എന്ന് കണ്ട രഘു വീണ്ടും ഓരോന്ന് വിളിച്ചു പറഞ്ഞു. നിങ്ങളാരും ഇവന്റെ കയ്യിലെ കാശ് കണ്ട് ഇവനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. ഇവൻ ആവശ്യമില്ലാത്ത ബഹുമാനവും വിനയവും ഒന്നും നൽകേണ്ടതിന്റെ യാതൊരു ആവശ്യമില്ല. ഇവനെപ്പറ്റി ഞാൻ കഴിഞ്ഞ ദിവസം വളരെ നന്നായി തന്നെ അന്വേഷിച്ചു. ഇവൻ എന്റെ ഓഫീസിൽ വന്നത് ഒരു ബംഗ്ലാവ് വാങ്ങിക്കാനായിരുന്നില്ലേ? ഞാൻ അറിഞ്ഞത് ഇവൻ വെറും ഡമ്മിയാണെന്നാണ്. അവിടെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഭാർഗവ ഗ്രൂപ്പിന്റെ എന്തോ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും. പുതിയ മരുന്ന് കമ്പനി കൂടി അവർക്ക് തുടങ്ങാൻ പ്ലാൻ ഉണ്ട് എന്നാ കേൾക്കുന്നത്. ഇവൻ ആ പല്ലവി ഭാർഗവനെ വളച്ച് അവളുടെ പിന്നാലെ എപ്പോഴും ഒട്ടിച്ചേർന്ന് നടക്കുന്നതാ. അല്ലാതെ ഇവന്റെ കയ്യിൽ അത്ര കാശൊന്നും ഉണ്ടായിട്ടല്ല. എല്ലാം നമ്മുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും പ്രഹസനം മാത്രമാണ്. രഘു വിളിച്ചു പറയുന്നത് കേട്ട് എല്ലാവരും അനന്തനെയും രഘുവിനെയും മാറി മാറി നോക്കി. അവർക്കിതെല്ലാം വിശ്വസിക്കണോ വേണ്ടയോ എന്ന സംശയമാണ്. അനന്തൻ അവിടെ വെറുതെ ഓവർ റിയാക്ട് ചെയ്ത് അന്നത്തെ ദിവസം മറ്റുള്ളവരുടെ സന്തോഷം കൂടി കളയണമെന്ന് യാതൊരു താല്പര്യവും ഉണ്ടായില്ല. മാത്രമല്ല, ബിസിനസ് തുടങ്ങി ഒന്ന് പച്ച പിടിക്കുന്നത് വരെ അത് തന്റെ സ്വന്തമാണെന്ന് പുറത്താരും അറിയുന്നതിനോടും അനന്തന് വലിയ താല്പര്യമില്ലായിരുന്നു. സ്വന്തം അച്ഛനോടും അനിയത്തിയോടും പോലും അനന്തൻ ഇത് അറിയിച്ചിട്ടില്ല. അവർ തന്നെ ഒരു പണക്കാരനായി കാണുന്നതായിരുന്നു അനന്തൻ ഏറെ ബുദ്ധിമുട്ട്. രഘു തന്നെ അപമാനിക്കാൻ വേണ്ടി തട്ടിവിടുന്നതാണെങ്കിലും തൽക്കാലം അത് തനിക്ക് ഉപകാരമാണ്. അതുകൊണ്ട് തന്നെ അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി അനന്തൻ അവനോട് തർക്കിക്കാനോ തിരുത്താനോ പോയില്ല. ഈ സമയം അനന്തൻ അവിടെ വലിയൊരു പ്രശ്നമുണ്ടാക്കുമെന്ന് കരുതി അജിത് ഇടപെടാൻ ശ്രമിച്ചു. അനന്തൻ, താനിങ്ങനെ അപ്സെറ്റ് ആവാതെ. ഒരുമിച്ച് പഠിച്ചവരാകുമ്പോ ഇങ്ങനെയുള്ള പൊട്ടലും ചീറ്റലും ഒക്കെ സാധാരണയാണ്. ഒന്നുമില്ലെങ്കിലും നിങ്ങളൊക്കെ എത്ര കാലം കൂടിയിട്ടാ വീണ്ടും കാണുന്നത്. ഇന്നത്തെ ഈ ദിവസം നല്ല നല്ല ഓർമ്മകൾ സൃഷ്ടിക്കേണ്ടതിന് പകരം എല്ലാവരും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദിനമാക്കി മാറ്റരുത്. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മൂഡ് സ്പോയിൽ ചെയ്യാതെ പഴയ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യും. സത്യത്തിൽ അജിത്തും രഘുവും തമ്മിൽ അത്ര വലിയ ആത്മബന്ധമൊന്നും തന്നെയില്ല. അവിടെ വെറും സാധാരണ ഒരു പരിചയം മാത്രമാണ്. പക്ഷേ ഇന്ന് രഘുവിനൊപ്പം അജിത്ത് ഇവിടേക്ക് വന്നത് ഒരൊറ്റ കണ്ടീഷന്റെ പേരിലാണ്. അവന്റെ ക്ലാസ്സിലെ സുന്ദരി കുട്ടികളെ അവന് പരിചയപ്പെടുത്തി നൽകണമെന്ന്. സ്ത്രീ വിഷയങ്ങളിൽ അല്പം താല്പര്യം കൂടുതലുള്ള അജിത്ത് ഇതൊരു നല്ല അവസരമായി കണ്ട് അവരുടെ മുന്നിൽ ഷൈൻ ചെയ്യാൻ ശ്രമിച്ചു. അതിനുവേണ്ടിയാണ് അജിത്ത് സംസാരിച്ചത്. അനന്തൻ ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിച്ചു. അജിത്തിന്റെ ധാരണ അവൻ ഇടപെട്ടതുകൊണ്ടാണ് അനന്തൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ മാറിയത് എന്നാണ്. താനാണ് പ്രശ്നം പരിഹരിച്ചത് എന്ന അഭിമാനത്തോടെ അവൻ അവിടെ ഇരുന്ന പെൺകുട്ടികളെ എല്ലാം നോക്കി. എടോ, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കേ. അജിത്തേട്ടന് വർഷങ്ങളായി ഈ ചടങ്ങിൽ പങ്കെടുത്ത നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ അതുകൊണ്ടാണ് അജിത്തേട്ടനോട് ഇന്ന് നമ്മളോടൊപ്പം നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടു വന്നത്. നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഇവിടെ. അപ്പോ കാര്യങ്ങളെല്ലാം അറിയാവുന്ന ഒരാൾ കൂടി ഉള്ളത് നല്ലതല്ലേ? എല്ലാവരും ഏട്ടൻ പറയുന്ന നിർദ്ദേശമൊക്കെ പാലിച്ചു വേണം അകത്തേക്ക് പോകുമ്പോൾ പെരുമാറാൻ. രഘു എല്ലാവർക്കും നിർദ്ദേശം നൽകി. പക്ഷേ സത്യാവസ്ഥ എന്തെന്നാൽ അജിത്തിനും അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ലായിരുന്നു. ഇന്ന് അവിടെ സെക്യൂരിറ്റി ഇൻചാർജ് ആകാൻ ഒരു അവസരം ലഭിച്ചു എന്നല്ലാതെ അവൻ അവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. പണ്ട് മുതലേ പലരും പറഞ്ഞു കേൾക്കുന്ന ചില കേട്ടുകേൾവികൾ പറഞ്ഞ് കുട്ടികളെ ഭയപ്പെടുത്തി ഷൈൻ ചെയ്യുക മാത്രമാണ് അജിത്ത് ഇപ്പോൾ ചെയ്യുന്നത്. അജിത്ത് കുറേയേറെ കെട്ടുകഥകൾ പറഞ്ഞുകൊടുത്ത്
അവരെ ആവേശം പിടിപ്പിച്ചു. ഇപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും അവിടേക്ക് എത്തിയാൽ മതി എന്നായി. അതറിഞ്ഞ് അജിത്ത് ഇങ്ങനെ പറഞ്ഞു, ആക്ച്വലി എനിക്കിന്ന് നല്ല തിരക്കുള്ള ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് നിങ്ങളോടൊപ്പം അകത്തേക്ക് വരാൻ എനിക്ക് കഴിയില്ല. പിന്നെ നേരത്തെ ബുക്ക് ചെയ്ത് വരാത്തതിനാൽ അകത്ത് സീറ്റും ബാക്കി ഉണ്ടാവില്ല. എന്നോട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വിളിച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തേനെ. പക്ഷെ ഇതിപ്പോ സീറ്റൊക്കെ തീർന്നു പോയില്ലേ. അതുകൊണ്ട് നിങ്ങൾ അകത്ത് നിൽക്കാൻ സ്ഥലമുണ്ടോ എന്ന് നോക്ക്. അകത്തേക്ക് പോകാൻ വേണ്ട പെർമിഷൻ തരാൻ മാത്രമേ എനിക്ക് ഇനി ഓപ്ഷൻ ഉള്ളൂ. ഇതിപ്പോ നിങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചതല്ലേ, അതാ ഇങ്ങനെ പറ്റി. അജിത്ത് കാര്യങ്ങൾ തന്റെ അധികാര പരിധിയിലുള്ളതല്ല എന്ന് അവരെ അറിയിക്കാതെ മാക്സിമം ശ്രമിച്ചു. അവനാണ് അവിടെ എല്ലാം തീരുമാനിക്കുന്നത് എന്ന് വരുത്തി തീർത്ത് പെൺകുട്ടികളുടെ മനസ്സിൽ ഒരു മതിപ്പുണ്ടാക്കാനായിരുന്നു അവന്റെ ശ്രമം. അനന്ത, നീ അകത്തേക്ക് എന്റെ ഒപ്പം വരുന്നോ? നീലിമ ചോദിച്ചത് കേട്ട് അനന്തൻ അവളെ ആശ്ചര്യത്തോടെ നോക്കി. നീലിമയ്ക്ക് എങ്ങനെ മത്സരങ്ങൾ നടക്കുന്നിടത്തേക്ക് പ്രവേശിക്കാനാകും? അധ്യായം 72. നാടുവാഴിയുടെ പിറന്നാൾ ആഘോഷത്തെപ്പറ്റി അജിത് ഓരോ കഥകൾ വിശദീകരിച്ചതിന് ശേഷം എല്ലാവർക്കും അവിടേക്ക് പോകാൻ തിടുക്കമേറി. എല്ലാവരും അനന്തനെ പരിഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്നത് കണ്ട് നീലിമ അവനോട് കൂടുതൽ അടുപ്പം കാട്ടി. അകത്തേക്ക് പോവാൻ ഞാൻ എന്റെ ഒപ്പം വരുന്നോ? നീലിമ സ്നേഹത്തോടെ ചോദിച്ചു. അനന്തൻ സന്തോഷത്തോടെ തന്നെ വരാമെന്ന് സമ്മതിച്ചു. അവരെല്ലാവരും ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷം ഒരുമിച്ച് തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അവർ പുറത്തു വരുമ്പോഴേക്കും ചടങ്ങിന് പങ്കെടുക്കാൻ ഒരുപാട് ആളുകൾ അവിടേക്ക് എത്തി തുടങ്ങിയിരുന്നു. വരുന്നവരെല്ലാം ആ പേരാൽ മരത്തിന്റെ അരികിലേക്ക് തന്നെയാണ് ആദ്യം പോകുന്നത്. അത് കണ്ട് കൗതുകമേറി അവരും അവിടേക്ക് തന്നെ ചെന്നു. അവർ കഫേക്കുള്ളിൽ ഇരുന്ന സമയം കൊണ്ട് അവിടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. മരത്തിന്റെ കൊമ്പിൽ പണിക്കാർ വന്ന് പൂമാലയും ഹാരവും തൂക്കി അലങ്കരിച്ചു. പിന്നെ അവരകത്തേക്ക് പോയ സമയം ടെന്റ് പോലെ മൂടിയിട്ടിരുന്ന കടകളെല്ലാം ഇപ്പോൾ തുറന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വരുന്നത് കൊണ്ട് തന്നെ അവിടെ ഇഷ്ടം പോലെ കച്ചവടക്കാർ വന്ന് ടെന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പാമ്പാട്ടി അവിടെ മകുടി ഊതി പാമ്പിനെ കൊണ്ട് നൃത്തമാടിക്കുന്നുണ്ട്. അതിനു ചുറ്റും അത്യാവശ്യം നല്ല കാഴ്ചക്കാരും നിൽക്കുന്നുണ്ട്. പിന്നെ പെൺകുട്ടികൾക്ക് മൈലാഞ്ചി ഇട്ടുകൊടുക്കാൻ ഒരു വയസ്സായ സ്ത്രീ കുറച്ചു മാറിയിരിക്കുന്നു. പിന്നെ പലതരം വഴിയോര കച്ചവടക്കാർ. പലയിടങ്ങളിലായി കഥകളിയും ഭരതനാട്യവും ഒക്കെ അരങ്ങേറുന്നുണ്ട്. ആനയും കുതിരയുമെല്ലാം പല ഭാഗങ്ങളിലായി കാണികളെ രസിപ്പിക്കാൻ അണിനിരന്നിട്ടുണ്ട്. പേരാൽ മരത്തിന്റെ ചുറ്റിലും കരിങ്കല്ലുകൊണ്ട് തറ കെട്ടിയിട്ടുണ്ട്. അവിടെയെല്ലാം ചെറിയ നാരങ്ങ വിളക്കുകൾ നിരന്നിട്ടുണ്ട്. പൂർവികരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ എത്തിയവരാണ് വിളക്കുകൾ തെളിയിച്ചത്. ഇത് കണ്ട് നിത്യയ്ക്കും അവിടെ നാരങ്ങ വിളക്ക് തെളിയിക്കണമെന്ന ആഗ്രഹം തോന്നി. അവിടെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച ശേഷം പൂർവികരോട് എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അതവർ നടത്തിത്തരും എന്നൊരു വിശ്വാസം കൂടി അവർക്കിടയിലുണ്ട്. അജിത്തേട്ടനോട് ചോദിച്ചു നോക്കാം, നാരങ്ങ വിളക്ക് എവിടെ നിന്നാ വാങ്ങണ്ടേന്ന്. ഏട്ടൻ ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും അറിയാമായിരിക്കും. ഗായത്രി പറഞ്ഞു. അവർ രണ്ടാളും കൂടി അജിത്തിനോട് ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ അവൻ അത് നടക്കാൻ പ്രയാസമാണ് എന്നാണ് പറഞ്ഞത്. അതെന്താ അങ്ങനെ? നിത്യ ചോദിച്ചു. ഇവിടെ 5 നാരങ്ങ അടങ്ങുന്ന ഒരു താലത്തിന് വില 1000 ആണ്. അത്രയും കാശ് കൊടുത്ത് വാങ്ങണോ ഈ തിരക്കില്? അജിത് ചോദിച്ചു. 5 നാരങ്ങയ്ക്ക് 1000 രൂപയോ? ഗായത്രി അതിശയത്തോടെ ചോദിച്ചു. വെറും 5 നാരങ്ങ അല്ലല്ലോ അത്. ക്ഷേത്രത്തിൽ പൂജിച്ചാണ് ഓരോ നാരങ്ങയും ഇവിടേക്ക് കൊണ്ടുവരുന്നത്. പിന്നെ അത് സമർപ്പിച്ച് പൂർവികരോട് എന്താവശ്യപ്പെട്ടാലും അത് നടക്കുമെന്ന് കൂടിയാണ് ഇവിടുത്തെ വിശ്വാസം. അപ്പോ അതിൻ്റെതായിട്ടുള്ള വിലയും അതിന് കാണും, അജിത് പറഞ്ഞു. ഇത് കേട്ട് കണ്ണു തള്ളി നിൽക്കുന്ന നിത്യയോട് ഗായത്രി ആ ആൽത്തറയിലേക്ക് ചൂണ്ടി പറഞ്ഞു. അത് സത്യമാണി. ദേ നോക്കി, അവിടെ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നവരില് ഒരാള് പോലും നമ്മളെപ്പോലെ സാധാരണക്കാരല്ല. എല്ലാം വലിയ കുടുംബക്കാരാ. ഭാർഗവ ഗ്രൂപ്പും കൈമൾ ഗ്രൂപ്പും പോലെയുള്ള റിച്ച് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് ആ ആൽമരത്തിന്റെ ചുറ്റും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇത് കേട്ട് നിത്യയുടെ മുഖം പാടി. അത് മനസ്സിലാക്കി അജിത് ഇങ്ങനെ പറഞ്ഞു. എന്തിനാ വിഷമിക്കുന്നത്? വെറുതെ ഇങ്ങനെ ഇവിടെ നിന്ന് സമയം കളയണ്ട. അകത്ത് അതിഥികൾക്ക് വിശ്രമിക്കാൻ എന്തൊക്കെ സൗകര്യങ്ങളാ ഒരുക്കിയിരിക്കുന്നതെന്നറിയോ? ഞാൻ പോയി നിങ്ങൾക്ക് കൂടി അകത്തേക്ക് കയറാനുള്ള സ്കോപ്പ് ഉണ്ടോ എന്ന് നോക്കട്ടെ. അജിത് അതും പറഞ്ഞ് അവിടെ നിന്ന് സെക്യൂരിറ്റിയുടെ അടുത്തേക്ക് പോയി കുറച്ചു നേരം എന്തൊക്കെയോ സംസാരിച്ച ശേഷം തിരികെ വന്നു. അവിടെ ഇനി വെറും 14 സ്ലോട്ട് മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് നിങ്ങളിൽ 14 പേർക്ക് മാത്രം
എന്നോടൊപ്പം വരാം. അജിത് പറഞ്ഞു. അവിടെ ജഗനെയും അനന്തനെയും കൂടെ കൂട്ടി 16 പേരെ ആകെ ഉണ്ടായിരുന്നുള്ളൂ. അവരെ 2 ആളെയും ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് അജിത്ത് അങ്ങനെ പറഞ്ഞത്. അജിത്തിന്റെ ബുദ്ധി മനസ്സിലായ രഘുവിന്റെ മുഖത്ത് ഒരു ചിരി ഉണ്ടായിരുന്നു. സോറി അനന്ത, ജഗനും തനിക്കും സ്പേസ് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. തൽക്കാലം ഇവര് കയറട്ടെ. അജിത്ത് വിഷമം നടിച്ചു പറഞ്ഞു. അല്ല അജിത്തേട്ടാ, ഏട്ടൻ ഇവിടുത്തെ സെക്യൂരിറ്റി ഇൻചാർജ് അല്ലേ? ഏട്ടൻ വിചാരിച്ച ഇവരെ കൂടി നമ്മുടെ ഒപ്പം കയറ്റാൻ പറ്റില്ലേ? വെറും 2 പേരല്ലേ ഉള്ളൂ. നീലിമ ചോദിച്ചു. താൻ എന്താ കരുതിയേ? അതെന്താ വല്ല മീൻചന്തയാണെന്ന് കരുതിയോ? ആരെ വേണമെങ്കിലും വെറുതെ അങ്ങ് കയറ്റിവിടാൻ. ഇതിനൊക്കെ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസും പിന്നെ കണക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അല്ലാതെ കുട്ടി വിചാരിക്കുന്നത് പോലെ ഇത് തമാശക്കളിയല്ല. അജിത് പറഞ്ഞത് കേട്ട് അവളുടെ മുഖം വാടി. അല്ല ഏട്ടാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, അവൾ പറഞ്ഞു. എന്തായാലും അജിത്തേട്ടൻ പറയുന്നതനുസരിച്ച് 14 പേർക്കുള്ള സീറ്റ് മാത്രമേ ഉള്ളൂ. നിങ്ങളിൽ ആരെങ്കിലും 2 പേര് അനന്തരം ജഗനും വേണ്ടി മാറിക്കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവരും കൂടി വരട്ടെ. അല്ലെങ്കിൽ തിരിച്ചു പോവല്ലാതെ വേറെ മാർഗമൊന്നുമില്ല, രഘു പറഞ്ഞു. അവരിൽ ആരും തന്നെ അനന്തനും ജഗനും വേണ്ടി സ്വന്തം അവസരം വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. എല്ലാവരും പരസ്പരം നോക്കി. അവരിൽ എല്ലാവർക്കും തന്നെ വ്യക്തമായി രഘു അജിത്തിന്റെ സഹായത്തോടെ അനന്തനോടും ജഗനോടുമുള്ള വൈരാഗ്യം തീർക്കുകയാണെന്ന്. അജിത്തിന് മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ വന്ന 16 പേരെ ഒരു തടസ്സവുമില്ലാതെ അകത്തേക്ക് പോകാൻ അനുവദിക്കാമെങ്കിൽ കൃത്യം 2 പേരെ മാത്രം ഒഴിവാക്കേണ്ടി വന്നത് മനഃപൂർവ്വമാണെന്ന് ആർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോ നമുക്ക് സമയം കളയാതെ അകത്തേക്ക് പോയാലോ? കാണാൻ യോഗമില്ലാത്തവരൊക്കെ വീട്ടിലേക്ക് പോയിക്കോട്ടെ. അജിത് അതും പറഞ്ഞ് അവരെയും കൂട്ടി അകത്തേക്ക് നടന്നു. ഈ തെണ്ടിയെ ഞാനിന്ന്... ജഗൻ അവനെ ഇടിക്കാൻ വേണ്ടി കൈ ഉയർത്തിയതും അനന്തൻ തടഞ്ഞു. അവനെ വിട്ടേക്ക്. നമ്മുടെ പാതയിൽ ഇവനൊന്നും ഒരിക്കലും ഒരു ചെറിയ മുള്ളു പോലുമല്ല. പിന്നെ എന്തിനാ നമ്മൾ ഇവനൊക്കെ വേണ്ടി സമയം കളയുന്നത്? നമുക്ക് വേഗം അകത്തേക്ക് പോവാം. ദേ നോക്ക്, ആൽത്തറയിലെ പൂജയൊക്കെ അവസാനിച്ച് എല്ലാവരും അകത്തേക്ക് കയറാൻ തുടങ്ങി. അതിനർത്ഥം ഫംഗ്ഷന് സമയമായിരുന്നല്ലേ. നമുക്ക് അങ്ങോട്ട് പോവാം, അനന്തൻ പറഞ്ഞു. അനന്തനും ജഗനും വളരെ എളുപ്പത്തിൽ തന്നെ അകത്തേക്ക് കയറാവുന്നതേ ഉള്ളൂ. അവരുടെ കയ്യിൽ ഭാർഗവ ഗ്രൂപ്പിന് ലഭിച്ച VIP പാസ് ഉണ്ട്. രഘുവിന്റെയും അജിത്തിന്റെയും നാടകമൊക്കെ കണ്ടു നിൽക്കാൻ നല്ല രസം തോന്നിയത് കൊണ്ട് അനന്തൻ അവരോട് അത് മനഃപൂർവ്വം പറയാതിരുന്നതാണ്. അതുപോരാതെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഭാർഗവ ഗ്രൂപ്പിന്റെ വക VIP പാസ് ഇല്ല എങ്കിൽ പോലും ജഗനും ജഗന്റെ കെയർ ഓഫിൽ അനന്തനും അകത്തേക്ക് കയറാം. കാരണം കാളിയാർ മഠം കളരി പരമ്പരയിലെ കണ്ണിയും പോരാത്തതിന് അവിടുത്തെ ഇപ്പോഴത്തെ തലമുറയിലെ ആശാൻ കൂടിയായ ജഗന്നാഥനെ അവിടെ ആരും തടയില്ല. അവരിരുവരും അകത്തേക്ക് കടന്നു. പ്രതീക്ഷിച്ചതിലും അധികം വിശാലമായ മൈതാനം കണ്ട് അവരിരുവരും കണ്ണുമിഴിച്ച് പരസ്പരം നോക്കി. മറ്റു സ്റ്റേഡിയങ്ങളിൽ ഉള്ളതുപോലെ ഒരു വശത്ത് ഇരിപ്പിടവും മറുവശത്ത് സ്റ്റേജുമായിരുന്നില്ല അവിടെ. തെക്ക് വടക്ക് പടിഞ്ഞാറൻ വശങ്ങളിൽ ഇരിപ്പിടങ്ങളും അതുപോലെ കിഴക്ക് വശത്ത് വലിയ മൈതാനവുമാണ്. കിഴക്ക് വശത്ത് തന്നെ മൈതാനത്തിന്റെ അതിരുപോലെ ഒരു ചെറിയ അരുവി ഒഴുകുന്നുണ്ട്. ഇരിപ്പിടങ്ങൾ പടവുകൾ പോലെ ഒരു വരിയുടെ പിന്നിലായി അല്പം ഉയരത്തിൽ അടുത്തത്. അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. VIP സീറ്റുകളെല്ലാം രാജസിംഹാസനങ്ങൾ പോലെ എടുപ്പും പ്രൗഢിയും ഉള്ളവയായിരുന്നു. ജഗൻ അവിടെ ആകെ നിരീക്ഷിച്ച ശേഷം അനന്തനോട് പറഞ്ഞു. അനന്തൻ ബ്രോ, അവിടെ ആ തെക്ക് വശത്തെ സീറ്റുകളിലേക്ക് നോക്കി. അവിടെയുള്ളത് മുഴുവൻ കൈമൾ ഗ്രൂപ്പിന്റെ ആൾക്കാരും അവരെ സപ്പോർട്ട് ചെയ്യുന്ന കാണികളുമാണ്. അവരിൽ മിക്കവരും കളരിപ്പായിട്ട് അഭ്യസിക്കുന്നവരാ. ഈ വർഷം അവരുടെയൊക്കെ അഭ്യാസ പ്രകടനങ്ങൾ തീർച്ചയായും ഇവിടെ അരങ്ങേറും. ജഗൻ പറഞ്ഞത് കേട്ട് അനന്തൻ തെക്ക് വശത്തേക്ക് നോക്കി. ഒരു 2000 പേരോളം അവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും കരുത്തന്മാർ തന്നെ. ഉറച്ച ശരീരവും ഗാംഭീര്യം നിറഞ്ഞ മുഖഭാവവുമായി കറുപ്പും വെള്ളയും വേഷം ധരിച്ച് അവരുടെ ഒത്തൊരുമ ആരും മനസ്സിലാക്കുന്ന തരത്തിലാണ് അവർ അവിടെ ഇരിക്കുന്നത്. പക്ഷേ തെക്കുവശത്തെ ഇരിപ്പിടങ്ങളിൽ ഏറ്റവും മധ്യഭാഗത്തെ ഇരിപ്പിടങ്ങൾ മാത്രം ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കുകയാണ്. അതിനർത്ഥം കൈമൾ ഗ്രൂപ്പിലെ മെയിൻ ആളുകൾ ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് എന്ന് അനന്തൻ മനസ്സിലാക്കി. ഇനി മറുവശത്തേക്ക് നോക്ക്. വടക്ക് ഭാഗത്തുള്ള ആൾക്കാരെല്ലാം നമ്മുടെ ഭാർഗവ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്നവരും അവരോടൊപ്പം ബിസിനസ് ബന്ധങ്ങൾ ഉള്ളവരുമാണ്. പക്ഷേ ഈ കൈമൾ ഗ്രൂപ്പ് കാരണം അവർ വർഷങ്ങളായി കുറെ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ജഗൻ പറഞ്ഞു. അനന്തൻ വടക്ക് വശത്തേക്ക് നോക്കി. അവിടെയും മധ്യഭാഗത്തെ സീറ്റുകൾ മാത്രം ഒഴിഞ്ഞു കിടക്കുന്നു. ഭാർഗവൻ സാറും പല്ലവിയും അവിടേക്ക് എത്തിയിട്ടില്ല എന്ന് അനന്തൻ അപ്പോഴാണ് അറിയുന്നത്. ഒരുപക്ഷെ അവരുടെ പൂജ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് അനന്തൻ ഊഹിച്ചു.
ആ മൈതാനത്ത് ഏറെക്കുറെ 5000 പേരോളം വന്നെത്തിയിട്ടുണ്ട്. അതിൽ 2000 പേർ കൈമൾ ഗ്രൂപ്പിന്റെ വശത്തും ഏതാണ്ട് അത്ര തന്നെ പേർ ഭാർഗവ ഗ്രൂപ്പിന്റെ സൈഡിലുമുണ്ട്. പക്ഷെ രണ്ടിന്റെയും മധ്യത്തിൽ പടിഞ്ഞാറേ വശത്തായി കുറച്ചു പേര് കൂടി ഇരിക്കുന്നുണ്ട്. എണ്ണത്തിൽ കുറവാണെങ്കിലും ആ സ്റ്റേഡിയത്തിൽ ഏറ്റവും കൂടുതൽ ആരവങ്ങളും കരഘോഷങ്ങളും ഉയരുന്നത് ആ ഭാഗത്തു നിന്നുമാണ്. പടിഞ്ഞാറ് വശത്ത് കൂടിയിരിക്കുന്ന ജനങ്ങള് ആരുടെ പക്ഷമാണ്? അനന്തൻ ജഗനോട് ചോദിച്ചു. അവരാരുടെയും പക്ഷമല്ല, അവര് കാണികൾ മാത്രമാണ്. പക്ഷെ ആ വശത്തുള്ളവരാണ് ഈ ഗാലറിയിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ടായി ഇവിടെയുള്ളവർ കരുതുന്നത്. അവരാണ് ഇന്നത്തെ വിധി കർത്താക്കൾ, ജഗൻ പറഞ്ഞു. അനന്തൻ അവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും നോക്കി. അവരുടെ എല്ലാവരുടെയും വിശേഷത അവരുടെ സൗന്ദര്യമാണ്. അവരിൽ ഒരാൾക്ക് പോലും അല്പം സൗന്ദര്യം കുറവാണ് എന്ന് പറയത്തക്കതായി അവിടെയില്ല. അവരുടെ എല്ലാം വസ്ത്രങ്ങളും അതുപോലെ തന്നെ മികച്ചതായിരുന്നു. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ അവർ ഓരോരുത്തരും ഓരോ രാജകുമാരിമാരെ പോലെയും കുമാരന്മാരെ പോലെയും തോന്നിച്ചു. അതുമാത്രമല്ല, അവരുടെ ഏവരുടെയും നടുവിലായി ഒരു പെൺകുട്ടി നിൽക്കുന്നുണ്ട്. അവളെ കണ്ടാൽ സ്വർഗത്തിൽ നിന്ന് പല്ലക്കിലേറി ഇവിടേക്ക് എഴുന്നള്ളി വന്ന അപ്സര കന്യയാണെന്ന് തോന്നും. അത്രയ്ക്കുണ്ട് അവളുടെ സൗന്ദര്യം. ദൂരെ നിന്ന് നോക്കുന്ന അനന്തന് അവരുടെ ഒന്നും മുഖം വ്യക്തമല്ല. ആ പെൺകുട്ടിയുടെ കയ്യിൽ എന്തോ ഒന്ന് അനങ്ങുന്നത് പോലെ തോന്നിയ അനന്തൻ അവളെ കൂടുതൽ ശ്രദ്ധിച്ചു. അതൊരു ജീവനുള്ള വസ്തുവാണ് എന്ന് അവന് മനസ്സിലായി. അവൻ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കണ്ടു അതൊരു പൂച്ചയാണെന്ന്. അനന്തൻ അന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്ന അതേ പൂച്ച തന്നെ, സൈരന്ധ്രി. അവൻ അവളെ തിരിച്ചറിഞ്ഞു. അവൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? എങ്ങനെയാണ് ഇവിടെ അവൾ ജഡ്ജായത്? സത്യത്തിൽ ആരാണിവൾ? പല തവണ കണ്ടിട്ടും ഒരു ദിവസം തന്റെ വീട്ടിൽ താമസിച്ചിട്ട് പോലും അവൾ ആരാണെന്ന് തനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് അനന്തൻ ഓർത്തു. അനന്തൻ അവിടെ കണ്ടതും സൈരന്ധ്രി വിടർന്ന കണ്ണുകളുമായി അതിവേഗം പടവുകൾ ഇറങ്ങി അനന്തന്റെ അരികിലെത്തി. അനന്തനെ ഞാനിവിടെ തീരെ പ്രതീക്ഷിച്ചില്ല. ഇവിടെ എങ്ങനെ എത്തി? എന്നെ കാണാൻ വന്നതാണല്ലേ? അവൾ ശൃംഗാര ചുവയോട് ചോദിച്ചു. ഒരിക്കലുമല്ല. ഇവിടെ വെച്ച് നമ്മൾ കണ്ടുമുട്ടിയത് വെറും കോയിൻസിഡൻസ് മാത്രം. ഞാൻ നിന്നെ തേടിയല്ല വന്നത്. എനിക്ക് ഇവിടേക്ക് ക്ഷണമുണ്ട്, അനന്തൻ പറഞ്ഞു. ഓ, വെറുതെ എന്നോട് കള്ളം പറയണ്ട അനന്ത. എന്നെ കാണാൻ വന്നതാണെന്ന് തുറന്നങ്ങ് സമ്മതിച്ചാൽ എന്താ? എന്തൊരു ജാടയാ. ഞാൻ എത്ര മാത്രം മിസ് ചെയ്തു എന്നറിയോ? എപ്പോഴാ ഒന്ന് കാണാന്ന് ഓർത്തപ്പോ ദേ മുന്നിൽ നിൽക്കുന്നു. അവൾ പറയുന്നത് കേട്ട് അനന്തൻ രൂക്ഷഭാവത്തിൽ അവളെ നോക്കി. ശരിക്കും ആരായിരിക്കും സൈരന്ധ്രി? അധ്യായം 73. സ്റ്റേഡിയത്തിലെത്തിയ അനന്തൻ അവിടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ജഗനോട് ചോദിച്ചും മനസ്സിലാക്കി എടുക്കവെയാണ് സൈരന്ധ്രിയെ കാണുന്നത്. അവൾ അനന്തനെ കണ്ടതും അടുത്തുകൂടി അവനെ ഓരോന്ന് പറഞ്ഞ് ശല്യം ചെയ്യാൻ തുടങ്ങി. സൈരന്ധ്രി അനന്തനോട് സംസാരിക്കുന്നത് കണ്ട് അവളുടെ ഒപ്പമുള്ള കുറച്ചു പേർ കൂടി അവന്റെ അടുത്തേക്ക് വന്നു. സൈരന്ധ്രി ചേച്ചി, ഇതാര് ഈ സുന്ദരൻ ചെക്കൻ? ചേച്ചിയുടെ ഫ്രണ്ടാണോ? ഞങ്ങളെയും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരുമോ? അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പെൺകുട്ടി ചോദിച്ചു. ഇയാൾ ആരാ? ആരായാലും അത്ര നിസ്സാരക്കാരനായിരിക്കില്ല. ആയിരുന്നുവെങ്കിൽ ചേച്ചി ഒരിക്കലും ഇയാളോട് ഇത്രയും അടുപ്പത്തിൽ ചിരിച്ചു കളിച്ച് സംസാരിക്കില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? മറ്റൊരാൾ ചോദിച്ചു. പരിചയപ്പെടുത്തുന്നതിനെല്ലാം മുൻപ് നിങ്ങളോട് ഒരു കാര്യം ഞാൻ പറയാം. എന്റെ ചെക്കനോട് ആരും കിന്നരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് എല്ലാവരും അനന്തനെ ഒരു സഹോദര സ്ഥാനത്ത് കണ്ടിട്ട് വേണം പെരുമാറാൻ. സൈരന്ധ്രി അല്പം ഗൗരവവും കുശുമ്പും നാണവും ഒക്കെ കലർത്തിയാണ് സംസാരിച്ചത്. അത് കേട്ട് അവിടെ നിന്ന പെൺകുട്ടികൾ എല്ലാവരും ഞെട്ടി. ചിലരുടെയൊക്കെ മുഖം വാടുകയും ചെയ്തു. അനന്തൻ സൈരന്ധ്രിയുടെ കാമുകനാണ് എന്ന് കേട്ട എല്ലാവരുടെയും മനസ്സിലൂടെ ഒരു 100 ചിന്തകൾ കടന്നുപോയി. പക്ഷെ ചോദിച്ചാൽ അവൾക്കിനി ഇഷ്ടപ്പെടില്ല എങ്കിലോ എന്ന് കരുതി ആരും പിന്നീട് അവളോടൊന്നും ചോദിക്കാൻ മുതിർന്നില്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ അവർക്കെല്ലാം സൈരന്ധ്രിയെ ഭയമായിരുന്നു. ആ വെല്ലുളിയ. അവളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു പയ്യൻ അവനോട് പറഞ്ഞത് കേട്ട് അനന്തൻ പെട്ടെന്ന് വിക്കി ചുമച്ചുപോയി. അളിയനോ? ഏത് വകയില്? ഇവൾ എന്തൊരു പെണ്ണാണ്! സാധാരണ അല്പം ധൈര്യമുള്ള പെൺകുട്ടികൾ പോലും ഒരു ചെക്കനെ ഇഷ്ടപ്പെട്ട അവനെ വളയ്ക്കാൻ വേണ്ടി ഒരുപക്ഷെ ശല്യം ചെയ്ത് പിന്നാലെ നടക്കുമായിരിക്കും. പക്ഷെ ഇവൾ അതിനേക്കാളും ഒക്കെ അധികം പ്രശ്നക്കാരിയാ. അല്ലെങ്കിൽ ഭർത്താവിനെ പരിചയപ്പെടുത്തുന്ന പോലെ കൂട്ടത്തിലുള്ളവർക്ക് എന്നെ പരിചയപ്പെടുത്തോ?
ഇവൾ ഉരുമ്പിട്ട് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് എന്ന് അനന്തൻ മനസ്സിലാക്കി. നോൺസെൻസ്, ഞങ്ങൾ തമ്മിൽ അങ്ങനെയുള്ള യാതൊരു ബന്ധവുമില്ല. അളിയ എന്ന് സംബോധന ചെയ്ത പയ്യനോടും മറ്റുള്ളവരോടുമായി അനന്തൻ പറഞ്ഞു. എന്നിട്ട് അവരുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അതിവേഗം ജഗനെയും കൂട്ടി അവിടെ നിന്നും നടന്നുപോയി. അനന്തന്റെ പോക്ക് കണ്ട സൈരന്ദ്രിയോടൊപ്പമുള്ളവർ അവളെ ചോദ്യങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിച്ചു. എന്താ ചേച്ചി ഇത്? അയാൾ എന്താ അങ്ങനെ പറഞ്ഞ്? സത്യത്തിൽ ആരാ അയാള്? അയാളുടെ ചേച്ചിക്ക് ശരിക്കും പ്രണയമാണോ? പക്ഷെ അയാൾ എന്ത് ഇങ്ങനെ മുഷിഞ്ഞ് സംസാരിച്ചത്? ഇങ്ങനെ പോയി ചോദ്യങ്ങളുടെ നീണ്ട നിര. എല്ലാം കേട്ട സൈരന്ദ്രി ഒന്ന് ശ്വാസം വലിച്ചു വിട്ട ശേഷം ഒരു നിഗൂഢമായ പുഞ്ചിരിയോടെ അവർക്ക് മറുപടി നൽകി. അവനിൽ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചില്ലേ? ഉണ്ട്, അവനിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അവന്റെ പിന്നാലെ നടക്കുന്നത്. നിങ്ങൾക്കറിയോ, കുറച്ചു കാലം കൂടി കഴിഞ്ഞ അവനായിരിക്കും ഈ ലോകത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വ്യക്തി. എനിക്കറിയാം, ഞാനിങ്ങനെ അവന്റെ പിന്നാലെ നടക്കുമ്പോൾ എന്റെ വില ഇടിയുകയാണെന്ന്. പക്ഷെ എന്റെ സകല അഭിമാനവും പണയപ്പെടുത്തിയാണെങ്കിലും ഞാൻ അവനെ സ്വന്തമാക്കും. അനന്തൻ ഈ സൈരന്ദ്രിയുടേതാവുന്നത് വരെ എനിക്ക് വിശ്രമം ഉണ്ടാവില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് സൈരന്ദ്രി വീണ്ടും അനന്തന്റെ പിന്നാലെ പോകുന്നത് കണ്ട് അവളോടൊപ്പമുള്ളവർ നെറ്റിച്ചുളിച്ചു. അവർ കണ്ടിട്ടുള്ള സൈരന്ദ്രി ഒരിക്കലും ആരുടെ മുന്നിലും തന്റെ ആത്മാഭിമാനം പണയം വെക്കാത്ത, ആരുടെ മുന്നിലും തല കുനിക്കാത്ത ഒരു വീര വനിതയാണ്. പക്ഷേ അനന്തന്റെ മുന്നിൽ സൈരന്ദ്രിയുടെ പെരുമാറ്റം അവൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലാണ്. ഈ സമയം സാധാരണക്കാർക്ക് നിന്ന് കാണാൻ സൗകര്യമൊരുക്കിയിരുന്ന ഭാഗത്താണ് അജിത് രഘുവിനെയും മറ്റെല്ലാവരെയും കൂട്ടിക്കൊണ്ടു വന്നത്. അവിടെ നിന്ന് നോക്കിയ രഘുവും അജിത്തും കണ്ടു കുറച്ചു ദൂരെയായി സൈരന്ദ്രി അനന്തന്റെ വഴി തടഞ്ഞ് സംസാരിക്കുന്നത്. അജിത് അത് ശ്രദ്ധിക്കാൻ കാരണമുണ്ട്. സൈരന്ദ്രി അവിടുത്തെ തലയെടുപ്പുള്ള ക്ഷത്രിയ കുടുംബത്തിലെ അംഗമാണ്. അവൾക്കിന്ന് ഇവിടെ ഈ ചടങ്ങിൽ പ്രത്യേക സ്ഥാനം തന്നെയുണ്ട്. അങ്ങനെ ഒരു പെൺകുട്ടി എന്തിനാണ് അനന്തനെ പോലെ ഒരാളോട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നാണ് അജിത്ത് ആലോചിച്ചത്. പക്ഷേ അവൻ അവിടെ നിന്നും അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ കഴിയില്ലായിരുന്നു. അജിത്തേട്ടാ, ദേ കണ്ടോ, അനന്തനും അവന്റെ ആ തടിയൻ കൂട്ടുകാരനും അല്ലത്. അവന്മാരെങ്ങനെ അകത്തേക്ക് കയറി? രഘു അമ്പരപ്പോടെ അജിത്തിനോട് ചോദിച്ചു. എനിക്ക് തോന്നുന്നത് അനന്തൻ അവരെയൊക്കെ നല്ല പരിചയമാണെന്ന് നീലിമ രഘുവിനോട് പറഞ്ഞു. സൈരന്ദ്രിയെയാണ് അവർ ഉദ്ദേശിച്ചത്. അജിത്തേട്ടാ, നിങ്ങളല്ല പറഞ്ഞത് ഇവിടെ അകത്തേക്ക് കയറാനും സീറ്റ് കിട്ടാനും ഒക്കെ ഒരുപാട് പാടാണ്, നല്ല പൈസ ചെലവുണ്ടെന്നൊക്കെ? പിന്നെ ഈ തെണ്ടികൾ എങ്ങനെയാ കയറി? അതും പ്രധാന കവാടത്തിലൂടെ. അവർ നിൽക്കുന്ന ഏരിയ വെച്ച് നോക്കുമ്പോ അവരുടെ സീറ്റ് വടക്ക് ഭാഗത്തെ VIP റോയൽ ആവാനാണ് സാധ്യത, രഘു അജിത്തിനോട് പറഞ്ഞു. അജിത്തും അതേ അമ്പരപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. അവൻ ആ പെൺകുട്ടികളുടെ മുന്നിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി കഴിവതും അകത്തെ സീറ്റ് ഒപ്പിക്കാൻ നോക്കിയതാണ്. പക്ഷേ 14 സീറ്റിന് വേണ്ടി നല്ലൊരു തുകയാവും. അത് മാത്രമല്ല, അവൻ അവിടെ അത്രയ്ക്ക് സ്വാധീനവുമില്ല. ആ പെൺകുട്ടികളുടെ മുന്നിൽ വിലയിടിയാതെ പിടിച്ചു നിൽക്കാൻ വേണ്ടി അവൻ വളരെയധികം കഷ്ടപ്പെട്ടാണ് ജോലിക്കാരുടെ ഡ്രസ്സ് സംഘടിപ്പിച്ചു നൽകി അവരെ ബാക്ക് ഡോർ വഴി അകത്തേക്ക് കയറ്റിവിട്ടത്. അപ്പോഴാണ് താൻ അകത്തേക്ക് കയറാൻ സമ്മതിക്കാതെ നാടകം കളിച്ച് ഒഴിവാക്കി വിട്ട അനന്തൻ തങ്ങളെക്കാളും നന്നായി ആ സ്റ്റേഡിയത്തിൽ ഇടം നേടിയിരിക്കുന്നത്. അജിത്തിന് ഇത് കണ്ട് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. എന്നാലും ഇവനെ സമ്മതിക്കണം കേട്ടോ. ഞാൻ കരുതി ഇവൻ നാണം കെട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി കാണുമെന്ന്. ഇപ്പോ ദേ VIP സീറ്റും ഒപ്പിച്ച് അകത്ത് കയറിയിരിക്കുന്നു. രഘു പറഞ്ഞത് കേട്ട് അജിത് അവനെ തറപ്പിച്ചു നോക്കി. അത്രയ്ക്ക് വലിയ സംഭവമാണെങ്കിൽ നീയും കൂടി അവന്റെ അടുത്തേക്ക് ചെല്ല്. എന്നിട്ട് എരന്നോ കെഞ്ചിയോ അവന്റെ കാല് നക്കി യാചിച്ചോ എങ്ങനെയാണെന്ന് വെച്ചാ പോയി VIP സീറ്റ് നിനക്കും കൂടി ഒപ്പിക്ക്. നാണമില്ലാത്തവൻ, നിന്നെയൊക്കെ ഈ വേഷത്തിലെങ്കിലും ഇവിടെ അകത്തേക്ക് കയറ്റാൻ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടു എന്നറിയോ? നന്ദിയില്ലാത്തവന്. അജിത് മറ്റാരും കേൾക്കാതെ രഘുവിന് മാത്രം കേൾക്കാൻ പാകത്തിന് ദേഷ്യപ്പെട്ടു. ഏയ് അജിത്തേട്ട, നിങ്ങൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന എന്തിനാ? ഞാൻ അവനോടുള്ള മതിപ്പ് കൊണ്ട് പറഞ്ഞൊന്നുമല്ല. ഈ ദരിദ്രവാസി എന്തായാലും VIP സീറ്റ് പോയിട്ട് ഇവിടുത്തെ ഒരു സാധാരണ സീറ്റ് പോലും വില കൊടുത്ത് വാങ്ങാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. അപ്പൊ പിന്നെ ഇവൻ ഈ സീറ്റ് എങ്ങനെ കിട്ടിയതാവാനാ സാധ്യത? ഉറപ്പല്ലേ ഏതോ വലിയ മുതലാളിയുടെ കസേര ഒഴിഞ്ഞു കിടന്നപ്പോ അതിൽ കയറി ഇരുന്നതാണെന്ന്. ആ കസേരയ്ക്കുള്ള ആളെത്തുമ്പോ സെക്യൂരിറ്റി വന്ന് അവനെ നല്ല പെടയും കൊടുത്ത് തൂക്കിയെടുത്ത് പുറത്തേക്ക് ഇട്ടോളും, രഘു പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് രഘു സകല ദൈവങ്ങളെയും വിളിച്ചു പ്രാർത്ഥിച്ചു. താനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ആവണേ കാര്യങ്ങളുടെ പോക്ക് എന്ന്. കാരണം എങ്ങാനും അനന്തന് പല്ലവിയെ പോലെ തന്നെ സൈരന്ദ്രിയോടും പരിചയവും അടുപ്പവും ഒക്കെ ഉണ്ടെങ്കിൽ
അവൻ ഈ സ്റ്റേഡിയത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനവും സകല അധികാരങ്ങളും ലഭിക്കും. ഇന്ന് മാത്രമല്ല, ഇനി ഭാവിയിലും ഈ ബന്ധങ്ങളൊക്കെ ഉപയോഗിച്ച് അനന്തന് ജീവിത വിജയം നേടാൻ വളരെ എളുപ്പമാകുമെന്ന് ഓർത്തപ്പോൾ രഘുവിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. പകരം അനന്തൻ ഈ സ്റ്റേഡിയത്തിലേക്ക് എന്തെങ്കിലും ഉടായ്പ കാണിച്ചാണ് കയറി പറ്റിയത് എങ്കിൽ ആ VIP സീറ്റിന്റെ അവകാശി വന്ന ശേഷം അവനെ അവരെല്ലാവരും കൂടി അടിച്ചു പുറത്താക്കുകയോ തല്ലിക്കൊല്ലുകയോ ചെയ്യുന്നത് കാണാനാണ് രഘു ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയൊക്കെ രഘുവും അജിത്തും ചിന്തിച്ചും സംസാരിച്ചും നിൽക്കുന്നതിനിടെയാണ് നല്ല ആർപ്പുവിളികളും ആരവങ്ങളും ഒപ്പം ബാൻഡ് മേളവും മുഴങ്ങിക്കേട്ടത്. തൊട്ടു പിന്നാലെ ഭാർഗവനും പല്ലവിയും അവരോടൊപ്പമുള്ള മറ്റാൾക്കാരും അവിടേക്ക് കടന്നു വന്നു. അവർ സ്റ്റേഡിയത്തിനകത്തേക്ക് കയറിയ പാടെ ബഹളമെല്ലാം നിർത്തി എല്ലാവരും ബഹുമാനപൂർവ്വം നിശബ്ദരായി. ഇങ്ങോട്ട് വരാൻ ഇറങ്ങിയപ്പോൾ ഭാർഗവൻ ഒരു ബിസിനസ് മാനെ പോലെ കോട്ടും സ്യൂട്ടുമാണ് ധരിച്ചിരുന്നതെങ്കിൽ പൂജ കഴിഞ്ഞു വരുന്ന അയാളുടെ വേഷം സാധാരണ മുണ്ടും ജുബ്ബയുമാണ്. അനന്തൻ തയ്യാറാക്കിയ ആ വിശിഷ്ടമായ പാനീയം കുടിച്ചതിന്റെ ഫലമായി അയാളുടെ മുഖം ചുവന്നു തുടുത്തിട്ടുള്ളത് ആ മൈതാനത്തിലേക്ക് പതിക്കുന്ന പ്രത്യേക ശോഭയുള്ള സൂര്യകിരണങ്ങളാൽ എടുത്തറിയാമായിരുന്നു. ഭാർഗവന്റെ ഒപ്പം പല്ലവിയും നാഗേന്ദ്രനും പിന്നെ ദയാനന്ദനും പിന്നെ 2 നരച്ച താടിയുള്ള കാഷായ വസ്ത്രധാരികളും കൂടി ഉണ്ടായിരുന്നു. അകത്തേക്ക് കയറി അവരുടെ സീറ്റിലേക്ക് വന്നിരുന്ന ശേഷം ചുറ്റിനും നോക്കി. അനന്തനെയായിരുന്നു അവർ തിരഞ്ഞത്. അവരുടെ അതേ നിരയിൽ തന്നെ അനന്തനും ഇരിക്കുന്നുണ്ട് എന്ന് കണ്ട ശേഷമാണ് അവർക്ക് സമാധാനമായത്. ഭാർഗവ ഗ്രൂപ്പിന് തൊട്ട് പിന്നാലെ തന്നെ കൈമൾ ഗ്രൂപ്പും അവിടേക്ക് വന്നു. അപ്പോഴും ആർപ്പുവിളികളും ആരവങ്ങളും ഒപ്പം ബാൻഡ് മേളവും മുഴങ്ങിക്കേട്ടു. അവരോടൊപ്പം ഒരു 27-28 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു യുവതിയും ഉണ്ടായിരുന്നു. അവളാണ് ദേവയാനി കൈമൾ, കൈമൾ ഗ്രൂപ്പിലെ അടുത്ത അവകാശി. അവൾ ആരാണ് എന്ന് ജഗനോട് ചോദിക്കാനായി തിരിഞ്ഞതും ജഗൻ അനന്തനോട് അവളെപ്പറ്റി വിശദീകരിച്ചു. അനന്തൻറോ, അവളെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അവളാണ് ദേവയാനി കൈമൾ, നാരായണ കൈമളിന്റെ സഹോദരന്റെ മകളാണ്. അയാൾ മരിച്ചുപോയി. ഇനി അവളാണ് കൈമൾ ഗ്രൂപ്പിന്റെ അടുത്ത അവകാശി. എന്ന് മാത്രമല്ല, അവരുടെ അഭിമാനം കൂടിയാണ്. കുറച്ചു കാലം ഇവിടെ ഇല്ലായിരുന്നു. ദൂരെ എവിടെ നിന്നോ കളരിപ്പയറ്റ് പഠിച്ച് തിരിച്ചെത്തിയിരിക്കുന്നതാണ്. എന്തൊക്കെയോ അത്ഭുത ശക്തികളും നേടിയാണ് ഇവൾ തിരികെ വന്നിട്ടുള്ളത് എന്നും കേൾക്കുന്നുണ്ട്. ജഗൻ പറഞ്ഞു. ദേവയാനി എന്ന പേര് പണ്ട് സൈരന്ധ്രിയിൽ നിന്നും കേട്ടതായി അനന്തൻ ഓർത്തു. അനന്തന്റെ കണ്ണുകൾ ദേവയാനിക്ക് പിന്നാലെ വരുന്ന നാരായണ കൈമളിലേക്ക് നീണ്ടു. അയാളുടെ ഒരു കൈ അനന്തൻ വെട്ടിയത് അയാൾ ഒരു നീളൻ ടവൽ തോളിലൂടെ ഇട്ട് മറച്ചിട്ടുണ്ട്. അയാളുടെ മുഖത്ത് പഴയ ഗാംഭീര്യമില്ല എന്ന് അനന്തന് തോന്നി. വിലപ്പെട്ടത് എന്തെല്ലാമോ ആരൊക്കെയോ ചേർന്ന് തട്ടിയെടുത്തു പോയതുപോലെ ഒരു വിഷമഭാവമാണ് മുഖത്തിപ്പോൾ. നാരായണ കൈമളിന്റെ പിന്നാലെ വരുന്ന ആളിനെ കണ്ട് അനന്തന്റെ കണ്ണുകൾ ഒന്ന് കുറുകി. ചുരുണ്ട തലമുടിയുള്ള ആ വൃദ്ധൻ ഒരു ഊന്നുവടിയും പിടിച്ചാണ് അവിടേക്ക് വന്നത്. അയാളുടെ മുഖം വളരെ ശാന്തമായിരുന്നുവെങ്കിലും അനന്തൻ അങ്ങനെ ഒരു ശാന്തത അയാളുടെ ഉള്ളിൽ ഉണ്ടെന്ന് തോന്നിയില്ല. എന്തുകൊണ്ടോ ഒരു വിഷം ചീറ്റാൻ ഒരുങ്ങി നിൽക്കുന്ന കരിമൂർഖനെ നോക്കുന്നത് പോലെയാണ് അയാളുടെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ അനന്തന് തോന്നിയത്. എടാ, നാരായണ കൈമളിന്റെ ഒപ്പമുള്ള ആ വയസ്സനാരാ, നിനക്കറിയോ? അനന്തൻ അയാളെ ചൂണ്ടി ജഗനോട് ചോദിച്ചു. ജഗൻ അയാളെ നന്നായി സൂക്ഷിച്ചു നോക്കി. പക്ഷെ ഓർമ്മയിലെങ്ങും അങ്ങനെ ഒരു മുഖം പതിഞ്ഞതായി അവന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവൻ നിരാശയോടെ അനന്തനോട് അറിയില്ല എന്ന് തലയാട്ടി. ഒരു പിടിയില്ല ബ്രോ, എനിക്കറിയില്ല ഇതാരാണ്. ഇക്കൊല്ലം കൈമൾ ഗ്രൂപ്പും ഭാർഗവ ഗ്രൂപ്പും ഒരുപാട് പുതിയ മത്സരാർത്ഥികളെ അവർക്ക് വേണ്ടി ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പഴയ മല്ലന്മാരോടൊപ്പം പുതിയ പല കളരി വിദ്യാർത്ഥികൾക്കും ഇന്നിവിടെ അരങ്ങേറ്റവും നടക്കും. അതുകൊണ്ടാണ് എനിക്ക് ഇവരിൽ പലരെയും അറിയാത്തത്. ജഗൻ പറഞ്ഞത് കേട്ട് അനന്തൻ ഒന്ന് മൂളിക്കൊണ്ട് വീണ്ടും അവിടെയുള്ള അതിഥികളെ നോക്കി. അപ്പോഴാണ് അവിടെയുള്ള മറ്റൊരാളെ അനന്തന് തിരിച്ചറിയാൻ കഴിഞ്ഞത്. അയാൾ നാരായണ കൈമളിന്റെ ഒപ്പമാണ് ഇരിക്കുന്നത് എന്ന് കണ്ട അനന്തൻ ഒന്ന് സംശയിച്ചു. ആ വ്യക്തി ഇന്ന് ഇവിടെ വരുമെന്ന് അനന്തൻ അറിയാമായിരുന്നു. പക്ഷേ ആൾ കൈമൾ ഗ്രൂപ്പിനെ ആവും പിന്തുണയ്ക്കുക എന്ന് അവൻ തീരെ പ്രതീക്ഷിച്ചില്ല. ആരായിരിക്കും അനന്തൻ തിരിച്ചറിഞ്ഞ ആ വ്യക്തി? അധ്യായം 74. അനന്തൻ ഗാലറിയിൽ ഇരുന്ന് തന്റെ ചുറ്റിനും ഇരിക്കുന്ന അതിഥികൾ ആരൊക്കെയാണ് എന്ന് നോക്കി. അപ്പോഴാണ് അവർക്കിടയിൽ പരിചിതമായ ഒരു മുഖം കണ്ടത്. ആ വ്യക്തി കൈമൾ ഗ്രൂപ്പിന്റെ പക്ഷമാണ് എന്നുകൂടി കണ്ടപ്പോൾ അനന്തന്റെ മുഖം ഒന്ന് കുറുകി. ജലന്ധരൻ, കൃഷ്ണപ്രിയയുടെ അച്ഛൻ. അയാൾ കൈമളിന് പിന്തുണ പ്രഖ്യാപിച്ചു എന്നത് പുതിയ അറിവാണല്ലോ.
അനന്തൻ ചിന്തിച്ചു. അവിടെ ഉപവിഷ്ടരായവരെല്ലാം തന്നെ അതീവ ഗൗരവത്തിലാണ് ഇരിക്കുന്നത്. ഇനിയുള്ള ഏതാനും ചില മണിക്കൂറുകൾ വളരെ നിർണായകമാണ് എന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. അതിൻ്റെതായ ടെൻഷനും പലരുടെയും മുഖത്ത് കാണാം. കൈമൾ ഗ്രൂപ്പിന്റെ മധ്യത്തിൽ നിന്നും ദേവയാനി എഴുന്നേറ്റു. അവൾ അവിടെയുണ്ടായിരുന്ന ഗാർഡനിൽ ഒരാളോട് മൈക്ക് കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. മൈക്ക് ലഭിച്ചതും ഭാർഗവനെ നോക്കി അവൾ വിളിച്ചു പറഞ്ഞു, ഭാർഗവനങ്കൾ, കഴിഞ്ഞ 2 വർഷം ഞാൻ അല്പം തിരക്കിലായി പോയി. അല്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇതിനു മുൻപേ തന്നെ ഇതുപോലെ ഒന്ന് കണ്ടേനെ. കൈമൾ ഗ്രൂപ്പും ഭാർഗവ ഗ്രൂപ്പും നേർക്ക് നേർ വരേണ്ട സമയം പണ്ടേ കഴിഞ്ഞു പോയെന്നറിയാം. വെല്ലുവിളികൾ പലതും ജനങ്ങൾ ഏറ്റെടുത്ത് പോയില്ലേ. ഒടുവിൽ ഇന്ന് ആ ദിവസം വന്നെത്തിയിരിക്കുക. ഓൾ ദി ബെസ്റ്റ്. ദേവയാനി അല്പം പരിഹാസത്തോടെയാണത് പറഞ്ഞത്. ഇത് കേട്ട് ഭാർഗവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വന്നു. കരുത്തുകൊണ്ട് ജയിക്കാൻ കഴിയാത്ത സമയങ്ങളിൽ ഇങ്ങനെ സംസാരിച്ച് ജയിക്കാമെന്ന് നിന്നെ ഏത് ആചാര്യനാണ് പഠിപ്പിച്ചത്? ഈ വിദ്യ പഠിക്കാൻ വേണ്ടിയാണോ നീ 2 വർഷം പാഴാക്കിയത്? ഞാൻ നിന്നിൽ നിന്നും കുറച്ചുകൂടി പ്രതീക്ഷിച്ചു മോളെ. പക്ഷേ നീ ഇപ്പോഴും വളർന്നിട്ടില്ല. തോൽക്കുമെന്ന് ഉറപ്പാകുമ്പോ വാശി പിടിച്ച് വഴക്കിടുകയും കൊഞ്ചനം കുത്തി പിണങ്ങുകയും ചെയ്യുന്ന ഒരു കൊച്ചു കുട്ടിയുടെ സ്വഭാവം തന്നെയാണ് നിന്നിൽ ഇപ്പോഴും ഞാൻ കാണുന്നത്. ജയമൊക്കെ വിദൂരത്തിലുള്ള ഒരു സ്വപ്നം മാത്രമായി കണ്ടാ മതി. നിനക്ക് ഈ തോൽവി താങ്ങാൻ പോലുള്ള കരുത്തില്ലല്ലോ എന്നോർത്താണ് ഇപ്പോൾ എന്റെ വിഷമം, ഭാർഗവൻ പറഞ്ഞു. ഇത് കേട്ട ദേവയാനി ദേഷ്യം കൊണ്ട് അയാളെ ദഹിപ്പിച്ചു നോക്കി. അവൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? ഇന്ന് ഇവിടെ നിന്ന് ജയിച്ചു മടങ്ങാന്നോ? അത് വെറും വ്യാമോഹം മാത്രമാണെന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ സ്വയം തിരിച്ചറിയും. ഇന്ന് നിങ്ങളുടെ ബിസിനസ് മാത്രമല്ല നശിക്കാൻ പോകുന്നത്, നിങ്ങളുടെ കുടുംബം ഉൾപ്പെടെയാണ് തകരാൻ പോകുന്നത്. അത് നേരിടാനും ഉൾക്കൊള്ളാനും ഇനിയുള്ള കുറച്ചു നേരം കൊണ്ട് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചോളൂ, അവൾ വീറോടെ പറഞ്ഞു. എല്ലാത്തിനും സമയം മറുപടി നൽകും കുഞ്ഞെ, ഭാർഗവൻ പറഞ്ഞു. അതിന് ദേവയാനി തിരിച്ച് എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുൻപ് അവിടേക്ക് സൈരന്ധ്രിയും സംഘവും വന്നു. അപ്പോഴേക്കും 2 കൂട്ടരും നിശബ്ദരായി. സൈരന്ധ്രിയുടെ കയ്യിൽ ഒരു പഴയ പുസ്തകമുണ്ടായിരുന്നു. അവൾ ആ പുസ്തകവുമായി പടിഞ്ഞാറേ ഭാഗത്തുള്ള തന്റെ ഇരിപ്പിടത്തിനരികിലേക്ക് വന്നു. അവൾ തന്റെ ഇരുവശങ്ങളിലേക്കും കണ്ണോടിച്ച ശേഷം മൈക്കിനായി കൈനീട്ടി. ഒപ്പമുണ്ടായിരുന്ന ഒരു പെൺകുട്ടി മൈക്ക് അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. കൊള്ളാലോ, 2 കൂട്ടരും ഞാൻ എത്തുന്നതിന് മുൻപ് തന്നെ മത്സരം ആരംഭിച്ചോ? അപ്പോ വിധി നിർണയത്തിന് ആള് വേണ്ടേ? അത് മാത്രമല്ല, ഈ വാക്പയറ്റൊക്കെ എപ്പോഴാണ് മത്സരമിനമായി പരിഗണിച്ചു തുടങ്ങിയത്? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയതിന് സൈരന്ധ്രി 2 കൂട്ടരെയും പരിഹസിച്ചു. 2 പേരും അല്പം ജാള്യതയോടെ മൗനം പാലിച്ചു. മര്യാദയോടെ തങ്ങളുടെ ഇരിപ്പിടങ്ങളിൽ അവരിരുന്നു. ശേഷം സൈരന്ധ്രി മൈക്കിലൂടെ വീണ്ടും വിളിച്ചു പറഞ്ഞു, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം. ആദ്യമായല്ല നിങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നിയമങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ ഏവർക്കും വളരെ നിർണായകമാണ്. ഇന്നാണ് നിങ്ങളുടെ ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി തിരിച്ചു വിടുന്ന നാൾ. കരുത്തും സാമർഥ്യവും അതോടൊപ്പം ഭാഗ്യവും ഇന്ന് നിങ്ങളിൽ ചിലരെ വലിയ വിജയങ്ങളിലേക്ക് നയിക്കും. നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളും നിങ്ങളുടെ പൂർവികർ വസിക്കുന്ന ഈ മണ്ണിൽ വെച്ച് തന്നെ തീരട്ടെ. 2 കൂട്ടർക്കും എന്റെ ആശംസകൾ. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു. ഇന്നിവിടെ നടക്കുന്ന മത്സരങ്ങളുടെ ഫലം നിങ്ങൾക്ക് തൃപ്തമല്ല എങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും അടുത്ത വർഷത്തെ അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. അതല്ലാതെ ഇവിടെ നിന്നും പുറത്തിറങ്ങിയ ശേഷം പ്രശ്നങ്ങൾ തുടരരുത്, സൈരന്ധ്രി പറഞ്ഞു. സൈരന്ധ്രിയുടെ വാക്കുകൾ കേട്ട കൈമൾ കുടുംബത്തിലെ ഇളയ സന്താനമായ നിരഞ്ജൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ സമയം കളയാതെ നമുക്ക് നേരെ മത്സരത്തിലേക്ക് കടന്നാലോ? വേഗം തുടങ്ങിയാൽ മത്സരം വേഗം കഴിയും. വെറുതെ വൈകിക്കുന്നത് എന്തിനാ? അവനുള്ള മറുപടി ഉടനെ തന്നെ ഭാർഗവ ഗ്രൂപ്പിന്റെ സൈഡിൽ നിന്നും ആരോ കൊടുത്തു. നിനക്കങ്ങനെ വേഗം മത്സരവും തീർത്ത് വീട്ടിൽ പോയി പാലും കുടിച്ച് അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങാനാണെങ്കിൽ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് വന്നത്? മത്സരമായാൽ അല്പം ക്ഷമയൊക്കെ വേണം, അതിൻ്റെതായ സമയമെടുക്കും. ഓഹോ, അപ്പൊ നിനക്കറിയാം നിങ്ങൾ പെട്ടെന്ന് തോൽക്കും, അതുകൊണ്ട് ഈ മത്സരം വേഗം തീരുമെന്ന്. ഇത് കേട്ട നിരഞ്ജൻ അപമാന ഭാരത്തിൽ ജ്വലിച്ചു. എന്താടാ പറഞ്ഞത്? ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. നിന്റെ അഹങ്കാരം ഇന്ന് ഞാൻ ശമിപ്പിക്കും. കൊരയ്ക്കും പട്ടി കടിക്കില്ല എന്ന ചൊല്ല് ഞാനും കേട്ടിട്ടുണ്ട്. വെറുതെ നീ അതെല്ലാവരെയും ഇങ്ങനെ ഓർമ്മിപ്പിക്കണ്ട.
ഇരു കൂട്ടരും ഇങ്ങനെ പരസ്പരം ചെളി വാരി എറിഞ്ഞു. ഇത് കണ്ട സൈരന്ധ്രിയുടെ ക്ഷമ നശിച്ചു. അവൾ എല്ലാവരോടുമായി മര്യാദ പാലിക്കാൻ ആജ്ഞാപിച്ചതും അവിടെ വീണ്ടും നിശബ്ദത നിറഞ്ഞു. എല്ലാവരോടും കൂടി ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കാം. മത്സരത്തിന്റെ നിയമങ്ങൾ ഇനി ഞാൻ ആരെയും പഠിപ്പിക്കാൻ നിൽക്കില്ല. അതനുസരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറല്ലാത്തവർ ഇപ്പോൾ തന്നെ ഇറങ്ങിക്കോളൂ ഇവിടെ നിന്ന്. അതല്ല, മര്യാദയോടെ തുടരാമെന്നാണെങ്കിൽ അങ്ങനെ. സൈരന്ധ്രി അത്രയും പറഞ്ഞ് ചുറ്റിനും കണ്ണോടിച്ചു. ആരും ഒന്നും മിണ്ടുന്നില്ല. ശരി, നിങ്ങളിൽ ആർക്കൊക്കെയാണ് പരസ്പരം എന്തെങ്കിലും പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനുള്ളത് അവരാദ്യം മുന്നോട്ട് വരൂ, സൈരന്ധ്രി പറഞ്ഞു. അതിനുശേഷം കുറച്ചധികം നേരത്തേക്ക് സദസ്സിൽ ആകെ ഒരു മുറുമുറുപ്പുണ്ടായിരുന്നു. എന്നാൽ ആര് ആദ്യം സംസാരിക്കുമെന്ന് ആർക്കും പരസ്പരം ഒരു ധാരണയുണ്ടായിരുന്നില്ല. ഈ സമയം കൃഷ്ണപ്രിയയുടെ അച്ഛൻ ജലന്ധരൻ എഴുന്നേറ്റു. ഗാർഡ് അത് കണ്ടതും മൈക്ക് അയാൾക്ക് കൈമാറി. ഇന്നു മുതല് ഇനി അങ്ങോട്ട് ഇവിടുത്തെ ഈ മിനറൽ വാട്ടറിന്റെ ബിസിനസ് മുഴുവനും എന്റെ അധീനതയിലായിരിക്കും ഉണ്ടായിരിക്കുക. കന്യാകുമാരി കടൽ തീരം മുഴുവനും അതിനപ്പുറമുള്ള ചെറു ദ്വീപുകളും എന്റെ അധീനതയിലായിരിക്കും. അവിടെ നിന്നും കിട്ടുന്ന മെറ്റീരിയൽസ് അത് എന്തു ആയിക്കൊള്ളട്ടെ, അത് ആരൊക്കെ ഉപയോഗിക്കണം, എന്തൊക്കെ ബിസിനസ് അവിടെ നടക്കണമെന്നെല്ലാം ഞാനാവും തീരുമാനിക്കുക. ഇതിൽ ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇവിടെ വെച്ച് പറയാം, ജലന്ധരൻ പറഞ്ഞു. എതിർപ്പുകൾ പലതും ചർച്ചകളും മുറുമുറുപ്പുകളുമായി ഉയർന്നു കേട്ടു. എന്തിനധികം പറയുന്നു, സൈരന്ധ്രിയും മറ്റു വിധികർത്താക്കളും പോലും ജലന്ധരന്റെ പ്രസ്താവന കേട്ട് ഞെട്ടി. അയാൾ പറഞ്ഞത് ചെറിയൊരു കാര്യമല്ല. അവിടെ പലരുടെയും ബിസിനസ്സുകൾ കടൽ മാർഗമാണ് തുടരുന്നത്. ആ ഭാഗം അത്രയും ഒരാൾ ഒറ്റയ്ക്ക് വിഴുങ്ങാൻ വന്നാൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള ഓരോരോ ബിസിനസ്സുകളും ഒന്നൊന്നായി തകരും. ഒടുവിൽ അയാൾ അവിടുത്തെ ഒരേ ഒരു രാജാവായി മാറും. അതാർക്കും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷേ അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ പേർക്കും എതിർപ്പുണ്ടായിരുന്നു. എങ്കിൽ പോലും മാനേജർ നാഗേന്ദ്രൻ മാത്രമാണ് അയാൾക്കെതിരെ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാനുള്ള ധൈര്യം കാണിച്ചത്. ജലന്ധര, നീ ഒരുപക്ഷെ കടൽ കൊള്ളക്കാരുടെയോ മുക്കുവന്മാരുടെയോ ഒക്കെ കുടുംബത്തിൽ ജനിച്ചവനായിരിക്കും എന്ന് കരുതി നിനക്ക് സകല സമുദ്ര ഭാഗവും അവകാശപ്പെടാൻ കഴിയില്ല. ഈ വിടുവായത്വം നീയായിട്ട് തന്നെ നിർത്തുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ, നാഗേന്ദ്രൻ രോഷാകുലനായി സദസ് മുഴുവൻ കേൾക്കെ വിളിച്ചു പറഞ്ഞു. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടാ? ഈ വേദിയിൽ വെച്ച് തന്നെ നമുക്ക് തീരുമാനിക്കാം. ഭാർഗവൻ മുതലാളിയുടെ എച്ചില് തിന്നുന്ന നായ എന്റെ നേർക്ക് കുറയ്ക്കാൻ തുടങ്ങിയോ? ജലന്ധരൻ നാഗേന്ദ്രനെ അടച്ചാക്ഷേപിച്ചു. ഇത് കേട്ട ദയാനന്ദൻ കലി കയറി ജലന്ധരനോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. ആരടാ നായ? നീയോ അതോ നാഗേന്ദ്രനോ? ചില നായകള് വെറുതെ ഊരു ചുറ്റി മടുക്കുമ്പോ യജമാനന്റെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ പണ്ടേ വീടും കുടുംബവും ഉപേക്ഷിച്ച് ഈ നാട് വിട്ടു പോയ നായ നാട് ചുറ്റി തിരിച്ചു വന്നിട്ട് ഇപ്പോ കൈമളിനെയാണോ യജമാനനായി കിട്ടിയത്? കഴിഞ്ഞ തവണ നീയായിട്ടാണ് നാട് വിട്ടതെങ്കിൽ ഇത്തവണ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലി ഓടിക്കാനാവും വിധി, ദയാനന്ദൻ പറഞ്ഞു. ഭാർഗവൻ ദയാനന്ദനെ നെറ്റി ചുളിച്ചു നോക്കി. ഭാർഗവനും ജലന്ധരന്റെ സംസാരം കേട്ട് രക്തം തിളച്ചു കയറുന്നുണ്ട്. എങ്കിലും അയാൾക്ക് അതിലും വലിയ വിഷയങ്ങൾ മുന്നിലുള്ളത് കാരണം ജലന്ധരനെ അവഗണിക്കാം എന്നായിരുന്നു കരുതിയത്. പക്ഷേ ദയാനന്ദൻ ഇപ്പോൾ ജലന്ധരനെ അങ്ങോട്ടേക്ക് കയറി വെല്ലുവിളിച്ചിരിക്കുകയാണ്. അതിനാലാണ് ഭാർഗവൻ അയാളെ സംശയത്തോടെ നോക്കിയത്. താൻ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ? കാരണം നമ്മൾ ഇന്ന് വന്നത് ഇതിനേക്കാൾ പ്രധാനമായ മറ്റൊരു കാര്യത്തിന് വേണ്ടിയാണ്. തന്റെ ആരോഗ്യവും ശക്തിയും നമുക്ക് ആവശ്യം ഇനിയുമുണ്ട്. അത് ജലന്ധരന് വേണ്ടി വെറുതെ പാഴാക്കണോ? ഭാർഗവൻ ചോദിച്ചു. അങ്ങ് പേടിക്കേണ്ട സാർ, ഞാനിത് നിഷ്പ്രയാസം ജയിച്ചു വരും. അതും പറഞ്ഞ് അയാൾ അവിടെ നിന്നും മലക്കം മറിഞ്ഞ് നേരെ ഗ്രൗണ്ടിന്റെ ഒത്ത നടുവിലേക്ക് ചാടി. ഒരു തികഞ്ഞ അഭ്യാസിയെ പോലെ അയാൾ നെഞ്ചും വിരിച്ചു നിന്നു. അയാൾ അവിടെ ഊക്കോടെ കാലുറപ്പിച്ചതിന്റെ ഫലമായി അപ്പോഴും ചുറ്റും പൊടിപടലങ്ങൾ പറക്കുന്നുണ്ട്. നോക്കാം, കടൽ കൊള്ളക്കാരുടെ കയ്യിൽ നിന്നും എന്താണ് താങ്കൾ പുതുതായി അഭ്യസിച്ച് വന്നിരിക്കുന്നതെന്ന്. ദയാനന്ദന്റെ വാക്കുകൾ കേട്ട് അരിശം പൂണ്ട ജലന്ധരൻ അക്ഷമനായി തന്റെ വിദ്യകൾ പുറത്തെടുത്തു. ജലന്ധരൻ ആദ്യം ചെയ്തത് അയാളുടെ കൈകൾ രണ്ടും ഒരു പ്രത്യേക രീതിയിൽ വായുവിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വീശുകയാണ്. കുറച്ചു തവണ അത് ആവർത്തിച്ചപ്പോൾ ആ ഭാഗത്തെ കാറ്റിന്റെ ഗതി മാറുകയും അയാൾ വേഗം തന്നെ കാറ്റിനെ തന്റെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. ക്രമേണ അവിടെ ഒരു ചുഴലിക്കാറ്റ് രൂപപ്പെട്ടു. ആ കാറ്റിനെ അയാൾ കൈകൊണ്ട് കറക്കിയെടുത്ത് ദയാനന്ദന്റെ മുന്നിലേക്ക് ആഞ്ഞു വീശി. ഇത് കണ്ട ദയാനന്ദൻ വേഗം തന്നെ
തന്റെ കൈപ്പത്തി രണ്ടും നിലത്ത് പതിപ്പിച്ചു. ഒരു മുട്ട് നിലത്ത് കുത്തിയിരുന്നു. ഈ സമയം സദസ്സിലുള്ളവരുടെ എല്ലാം മുഖം വലിഞ്ഞു മുറുകെയാണ് ഇരിക്കുന്നത്. അന്തരീക്ഷത്തിന്റെ ഭീകരത അവരെ എല്ലാവരെയും ഭയപ്പെടുത്തി. ഒരു സാധാരണ കൈപ്പോരും മല്ലയുദ്ധവും പ്രതീക്ഷിച്ച അവർ പക്ഷേ അതൊന്നുമല്ല ഇപ്പോൾ കൺമുന്നിൽ കാണുന്നത്. അതിന്റെ ഭയാനകമായ ഭാവം അവരുടെ മുഖത്ത് പ്രകടമാണ്. പക്ഷേ അനന്തൻ മാത്രം സ്വസ്ഥമായി തന്റെ കസേരയിൽ ചാരിക്കിടന്നുകൊണ്ട് താഴെ നടക്കുന്ന സംഭവ വികാസങ്ങൾ ആസ്വദിച്ചു കാണുകയാണ്. ഒരു തരത്തിലുള്ള ഭയവും അവനെ അലട്ടുന്നില്ല. കാറ്റിന്റെ ശക്തിയിൽ അവിടുത്തെ പൊടിപടലങ്ങൾ പറന്നുയരവേ ദയാനന്ദനും ജലന്ധരനും ഒരു മല്ല യുദ്ധത്തിനായി പരസ്പരം കൊമ്പുകോർത്തതും അവിടെ ഒരു ഘോരമായ ശബ്ദം തന്നെ മുഴങ്ങിക്കേട്ടു. ദയാനന്ദൻ ഒരു പുലിയുടെ വേഗതയോടെ ജലന്ധരന്റെ അരികിലേക്ക് ചീറി വന്നു. അയാളുടെ വിരലുകൾ ഒരു സിംഹം ഇര പിടിക്കാൻ ഒരുങ്ങുമ്പോൾ എന്നതുപോലെ നീട്ടിപ്പിടിച്ചിട്ടുണ്ട്. അയാൾ ഉയർന്നു ചാടി ജലന്ധരന്റെ കഴുത്തിൽ വിരലുകൾ അമർത്തി പിടുത്തമിട്ടു. പക്ഷെ അപ്പോഴും അയാൾ അവിടെ നിന്നും ഒരിഞ്ചു പോലും അനങ്ങിയില്ല. ജലന്ധരൻ തന്റെ എതിരാളിയെ നിഷ്പ്രയാസം വലിച്ചു ചുഴറ്റി ദൂരേക്ക് എടുത്തെറിഞ്ഞു. പക്ഷെ മറിഞ്ഞടിച്ച് വീണ് പരിക്ക് പറ്റുന്നതിന് പകരം ദയാനന്ദൻ ബാലൻസ് ചെയ്ത് കൈ നിലത്ത് കുത്തി കളരി ചുവടിൽ തന്നെയാണ് ലാൻഡ് ചെയ്തത്. ഇത് കണ്ട ജലന്ധരൻ എന്തൊക്കെയോ മന്ത്രങ്ങൾ ജപിച്ചതും അന്തരീക്ഷം പൊടുന്നനെ മാറി. ശേഷം അയാൾ വായുവിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നത് പോലെ ആംഗ്യം കാണിച്ചു. എന്താണ് അയാൾ ചെയ്യുന്നതെന്ന് മനസ്സിലാകാതെ എല്ലാവരും ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഉറ്റുനോക്കിയിരുന്നു. ദയാനന്ദനെ ജലന്ധരൻ കീഴ്പ്പെടുത്തുമോ? അധ്യായം 75. ദയാനന്ദനും ജലന്ധരനുമായുള്ള പോർവിളി മുറുകി. അവരിരുവരും പരസ്പരം മത്സരിച്ച് തന്റെ ശക്തി തെളിയിക്കാൻ ശ്രമിച്ചു. അതിനിടയിലാണ് ജലന്ധരൻ ചില മന്ത്രങ്ങൾ പ്രയോഗിച്ച് അന്തരീക്ഷത്തിന്റെ ഗതി മാറ്റിയത്. ജലന്ധരൻ വായുവിൽ ചിത്രം വരയ്ക്കുന്നത് കണ്ട് സദസ്സിലിരുന്നവരെല്ലാവരും അയാളെ തന്നെ നോക്കി. അയാൾ കൈകൾ താഴ്ത്തിയതും എവിടെ നിന്നോ തണുത്ത കാറ്റ് വീശാൻ തുടങ്ങി. മാത്രമല്ല അന്തരീക്ഷത്തിലെ താപം പൊടുന്നനെ കുറയാനും സദസ്സിലിരുന്നവർ പോലും തണുത്തു വിറയ്ക്കാനും തുടങ്ങി. ശേഷം കുഞ്ഞു കുഞ്ഞു ഹിമകണങ്ങൾ അവിടേക്ക് പെയ്തിറങ്ങി. അത് മെല്ലെ ആലിപ്പഴം പോലെ മാറി. ഒരു വലിയ ഉരുളൻ പാറക്കല്ല് പോലെയുള്ള ഐസ് കഷ്ണമെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ജലന്ധരൻ പൈശാചികമായി ചിരിച്ചു. നിനക്ക് ഞാൻ കടൽ കൊള്ളക്കാരിൽ നിന്ന് പഠിച്ച പുതിയ വിദ്യകൾ അറിയണമെന്നല്ലായിരുന്നു ആഗ്രഹം. ദാ കണ്ടോളൂ, നിനക്കൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത അത്ര വിദ്യകൾ എന്റെ പക്കലുണ്ട്. അതും പറഞ്ഞ് അയാൾ വീണ്ടും അലറി ചിരിച്ചു. കയ്യിലെ ഉരുളൻകല്ല് ഐസ് കൊണ്ട് നിർമ്മിച്ച ഒരു വലിയ കഠാരയുടെ രൂപം പൂണ്ടു. ആ കത്തിയുമായി അയാൾ ദയാനന്ദനെ ആക്രമിക്കാനായി പാഞ്ഞെടുത്തു. ജലന്ധരന്റെ ആക്രമണത്തെ എതിർക്കാൻ ദയാനന്ദന് കഴിഞ്ഞില്ല. അയാളുടെ ഇരു കൈകളിലും ആഴത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് ആ കഠാര വായുവിലൂടെ ഉയർന്നു താഴ്ന്നു. അയാൾ പുളഞ്ഞുകൊണ്ട് നിലത്തേക്ക് വീണു. ഏറെ പരിശ്രമിച്ചുകൊണ്ട് അയാൾ എഴുന്നേറ്റ് നിന്നു. ദേവയാനിയുടെ നേർക്ക് തിരിഞ്ഞുകൊണ്ട് ആ വേദനയിലും അയാൾ പുച്ഛത്തോടെ ചോദിച്ചു, ശീത സംയോഗക്രിയ അല്ലേ ദേവയാനി? ഇത് നിങ്ങളുടെ പൂർവികർ വളരെ രഹസ്യമായി സ്വന്തം കുടുംബത്തിന് മാത്രം കൈമാറിയ വിദ്യയല്ലേ? കാശിന് വേണ്ടി നിങ്ങൾ ഇത്രയും മാധപ്പതിച്ചോ? അന്യ കുടുംബത്തിൽ നിന്നുള്ളവർക്ക് വിദ്യ ചോർത്തി നൽകി പൂർവികരോട് ഇങ്ങനെ വഞ്ചന പ്രവർത്തിക്കാൻ അല്പം പോലും ലജ്ജയില്ലേ കൈമൾ കുടുംബത്തിലെ ആർക്കും? ദയാനന്ദൻ അരിശം കൊണ്ടു. അയാൾ ചോദിച്ചത് കേട്ട് സദസ്സിലിരുന്നവരെല്ലാവരും ദേവയാനിയുടെ മറുപടിക്ക് വേണ്ടി കാതോർത്തു. പക്ഷേ ദേവയാനിയുടെ മുഖത്ത് യാതൊരു പരിഭ്രമവും കാണാനില്ലായിരുന്നു. അവൾ ദയാനന്ദനെ നോക്കി ഉറക്കെ ഉറക്കെ ചിരിച്ചു. സദസ്സ് മുഴുവനും നിശബ്ദമായതിനാൽ അവിടെ ആകെ അവളുടെ ഭയാനകമായ ചിരി മുഴങ്ങി. ആദ്യം ഏവരും ഒന്ന് അമ്പരന്നുവെങ്കിലും അല്പം ചിന്തിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി എങ്ങനെയാണ് ജലന്ധരൻ ഇത്ര വേഗത്തിൽ ശക്തി പ്രാപിച്ചത് എന്ന്. ദേവയാനിയുടെ കൈകൾ അയാൾക്ക് പിന്നിലുണ്ട് എന്ന് അവർ തിരിച്ചറിഞ്ഞു. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഭാർഗവന്റെ നെഞ്ച് പടപടാന്ന് മിടിക്കാൻ തുടങ്ങി. മത്സരത്തിന്റെ പരിണാമം എന്താവുമെന്ന് ചിന്തിക്കാൻ പോലുമുള്ള ത്രാണി അയാൾക്കില്ല. ജലന്ധരനോട് പരാജയപ്പെട്ടാൽ അത് കൈമൾ ഗ്രൂപ്പിനോട് തന്നെ പരാജയപ്പെടുന്നതിന് തുല്യമാണ് എന്ന് അയാൾക്ക് മനസ്സിലായി. പക്ഷേ അധിക നേരം ഇങ്ങനെ ചിന്തിച്ചിരിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. കാതടപ്പിക്കുന്ന ഒരൊച്ച അയാളെ സകല ചിന്തകളിൽ നിന്നും ഉണർത്തി. അയാൾ മാത്രമല്ല, മുഴുവൻ സദസ്സും ഒന്ന് കുലുങ്ങി ആ ശബ്ദത്തിന്റെ നടുക്കത്തിൽ.
ജലന്ധരൻ ദയാനന്ദനെ എടുത്തു പൊക്കിയെറിഞ്ഞ ശബ്ദമാണ് അവിടെ കേട്ടത്. ഇത്തവണ ഊക്കോടെ തന്നെ ഭൂമിയിൽ ചെന്ന് പതിച്ച ദയാനന്ദൻ എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആകാതെ അവിടെ തന്നെ കിടന്ന് പിടഞ്ഞു. അയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നതിലാണ് എല്ലാവർക്കും അതിശയം തോന്നിയത്. ഒരുപക്ഷെ അയാളുടെ സ്ഥാനത്ത് മറ്റാരാണെങ്കിലും ഉറപ്പായും ഈ സമയം കൊണ്ട് യമദേവന്റെ അരികിൽ എത്തിയിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ്. അത്രയും ഉശിരോടെയായിരുന്നു ജലന്ധരന്റെ പ്രഹരം. അയാളെ വീണ്ടും പ്രഹരിക്കാനായി ജലന്ധരൻ ഒരുങ്ങിയതും പ്രാണഭയത്താൽ ദയാനന്ദൻ തന്റെ തോൽവി സമ്മതിച്ചു. ഞാൻ പരാജയപ്പെട്ടു. ഞാൻ എന്റെ തോൽവി സ്വീകരിക്കുന്നു. അയാൾ അപമാനവും നിരാശയും സഹിക്കാൻ വയ്യാതെ പല്ല് ഞെരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. അത് കേട്ടതും ജലന്ധരൻ അഭിമാനപൂർവ്വം സദസ്സിലിരിക്കുന്നവരെ എല്ലാം ഒന്നും നോക്കി ശേഷം ദയാനന്ദനോട് പറഞ്ഞു, ശരി, നീയായിട്ട് സ്വയം തോൽവി സമ്മതിച്ച് കീഴടങ്ങിയത് കാരണം ഞാൻ നിന്നെ വെറുതെ വിടുന്നു. നിന്റെ ജീവൻ ഞാൻ ഭിക്ഷയായി നൽകുന്നു. എഴുന്നേറ്റ് പോകൂ ഇവിടുന്ന്. ജലന്ധരൻ പറയുന്നത് കേട്ട് അയാൾ തല കുനിച്ച് നിലത്തിരുന്നു. സദസ്സിൽ ആരുടെയും മുഖത്തേക്ക് നോക്കാൻ അയാൾക്ക് കഴിയുമായിരുന്നില്ല. ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഭാർഗവ ഗ്രൂപ്പിന്റെ ശക്തി. ഇങ്ങനെ ഇത്രയും സരളമായി തോൽവി സമ്മതിക്കാനായിരുന്നുവെങ്കിൽ ഞാൻ തന്നെ നേരിട്ട് മല്ലയുദ്ധത്തിന് ഇറങ്ങേണ്ട ആവശ്യം പോലും ഇല്ലായിരുന്നു. എന്റെ ജോലിക്കാർക്ക് ഇതിലും നല്ല ആരോഗ്യമുണ്ട്. ജലന്ധരൻ പറഞ്ഞു. ഭാർഗവ ഗ്രൂപ്പിനെ അനുകൂലിക്കുന്ന എല്ലാവർക്കും ഇത് കേട്ട് വളരെയധികം ദേഷ്യവും സങ്കടവും തോന്നി. പക്ഷേ അവർക്ക് ജലന്ധരന്റെ സിദ്ധികൾ കണ്ട് ഭയന്ന് മൗനം പാലിക്കാനേ കഴിഞ്ഞുള്ളൂ. ആ സദസ്സിലുള്ള ഒരാൾ പോലും ജലന്ധരനെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കിയില്ല. ഇത് കണ്ട് ദേവയാനി അഹങ്കാരത്തോടെ ഉച്ചത്തിൽ ചിരിച്ചു. എന്നിട്ട് അവരോടായി വിളിച്ചു പറഞ്ഞു, അപ്പോ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായല്ലോ. ഇനി മുതൽ ജലന്ധരനായിരിക്കും സർവ്വസമുദ്രത്തിന്റെയും കിരീടം ധരിക്കാത്ത രാജാവ്. അദ്ദേഹമായിരിക്കും ഇനി അവിടെയുള്ള ഓരോ ബിസിനസ് സാമ്രാജ്യങ്ങളുടെയും ഭാവി നിർണയിക്കുന്നത്. എല്ലാവരോടും കൂടി ഇങ്ങനെ പറഞ്ഞ ശേഷം അവൾ ഭാർഗവന് നേർക്ക് തിരിഞ്ഞു. ഭാർഗവനങ്കിൾ, ഇനി നിങ്ങളുടെ ഊഴമാണ്. പറയൂ, എങ്ങനെയാണ് എന്റെ അമ്മാവന്റെ കൈ വെട്ടിയതിന് നിങ്ങൾ പരിഹാരം കാണുന്നത്? അവൾ ചോദിച്ചു. അവിടെ ഇരുന്ന സർവരുടെയും നോട്ടം ഭാർഗവന്റെ നേർക്ക് പോയി. അയാൾ നന്നായി പരിഭ്രമിക്കുന്നുണ്ട് എങ്കിലും അത് പുറത്ത് കാണാതെ ഭാർഗവൻ ശ്രദ്ധിച്ചു. താൻ ഭയന്നാൽ തന്റെ ഒപ്പമുള്ളവരുടെയും ധൈര്യം ചോർന്നു പോകുമെന്ന ചിന്തയാണ് അയാൾക്ക് മനഃശക്തി നൽകിയത്. പറയൂ, നിനക്ക് എന്തു വേണം? എന്താ നീ ഉദ്ദേശിക്കുന്നത്? ഭാർഗവൻ ദേവയാനിയോട് ചോദിച്ചു. എന്ത് പറഞ്ഞാലും ചെയ്യൂ. എങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ 2 കൈയും കാലും സ്വയം തല്ലി ഒടിക്കുക. എന്നിട്ട് നിങ്ങളുടെ ആ വാടക കൊണ്ടയെ ഞങ്ങൾക്ക് വിട്ടുതാ. എന്റെ അമ്മാവന്റെ കൈ വെട്ടാൻ ധൈര്യം കാണിച്ച അവനെ എന്ത് വേണമെന്ന് ഞങ്ങൾക്കറിയാം, ദേവയാനി പറഞ്ഞു. അവളുടെ ആവശ്യം കേട്ട ഭാർഗവൻ പൊട്ടിത്തെറിച്ചു. നിന്റെ ഈ ആഗ്രഹം സ്വപ്നത്തിൽ മാത്രമേ നടക്കൂ ദേവയാനി. അയാൾ സകല വീര്യവും കൈവിടാതെ മുറുകെ പിടിച്ചു. ദേവയാനി വീണ്ടും ക്രൂരമായ ഒരു ചിരി ചിരിച്ചുകൊണ്ട് തെക്കുഭാഗത്തിരിക്കുന്ന അവളുടെ ആളുകളെ നോക്കി. അവരാദ്യമേ തന്നെ അനന്തനെ നോട്ടമിട്ടിട്ടുണ്ടായിരുന്നു. അവൻ ഇന്ന് ഇവിടേക്ക് വരുമെന്ന് മുൻകൂട്ടി അറിഞ്ഞ് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയ ശേഷമാണ് അവരിവിടേക്ക് വന്നത്. അനന്തൻ എവിടെയാണ് ഇരിക്കുന്നത് എന്ന് പോലും അവർ കവാടം കടന്നു വന്നപ്പോൾ തന്നെ നോക്കിവെച്ചു. ദേവയാനി നേരെ അനന്തന്റെ അരികിലേക്ക് നടന്നു. വളരെയധികം ക്രോധത്തോടെ അവന്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചു. തീരെ ചെറുക്ക, ഇവിടെ വന്ന് ഒളിച്ചിരിക്കാന്ന് കരുതിയോ നീ? എന്റെ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന കാരണവർ സ്ഥാനത്തുള്ള ആളാണ് എന്റെ കൈമളമാവൻ. അദ്ദേഹത്തിനോട് ആരും ഒന്ന് സ്വരം കടിപ്പിച്ച് സംസാരിക്കാൻ പോലും ഞങ്ങൾ അനുവദിച്ചിട്ടില്ല. അപ്പോഴാ നിന്നെപ്പോലെ ഒരു ചെറുക്കൻ വന്ന് അദ്ദേഹത്തിന്റെ കൈ വെട്ടിയെടുക്കുന്നത്. മരണത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷ പോലും നീ പ്രതീക്ഷിക്കേണ്ട. നിന്റെ കുടുംബം അടക്കം കത്തിക്കും ഞാൻ, ദേവയാനി പറഞ്ഞു. ദേവയാനി ഇത്രയും പറഞ്ഞിട്ടും അനന്തൻ ശാന്തമായ സ്വരത്തിലാണ് മറുപടി നൽകിയത്. മിസ് ദേവയാനി കൈമൾ, ഞാൻ നിങ്ങളുടെ അമ്മാവനെ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തെ മുഴുവനും ഉപദേശിച്ചതാണ് വെറുതെ എന്നോട് ശല്യത്തിന് നിൽക്കരുത് എന്ന്. പക്ഷെ എന്ത് ചെയ്യാന്? എനിക്ക് തോന്നുന്നത് ആർക്കും ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായത് പോലും ഇല്ല എന്നാണ്. ഇന്നിപ്പോ നിങ്ങൾക്ക് ഞാൻ അതേ ഉപദേശം നൽകുന്നു. വെറുതെ എന്നെ കയറി ചൊറിയാൻ നിൽക്കണ്ട. ഇന്ന് ഈ ദേശം മുഴുവൻ അറിയും ഈ അനന്തൻ വർമ്മയ്ക്ക് ദേഷ്യം വന്ന എന്താവും ഫലമെന്ന്. അനന്തൻ തന്റെ ഷർട്ടിന്റെ കോളറിൽ നിന്ന് പിടി പിടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അനന്തന്റെ ആ ഭീഷണി കേട്ട് എല്ലാവരും നടുങ്ങി. കാരണം അവിടെ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗം പേർക്കും
അവനെ അറിയില്ലായിരുന്നു. അവനെ ആദ്യമായി കാണുന്ന, അവന്റെ കഴിവുകളെപ്പറ്റി യാതൊരു ധാരണയുമില്ലാത്ത ഓരോരുത്തരും അവനെപ്പോലെ ഒരു നരിന്ത് ചെറുക്കൻ കൈമൾ ഗ്രൂപ്പിനെ വെല്ലുവിളിക്കുന്നത് കേട്ട് മൂക്കത്ത് വിരൽ വെച്ചുപോയി. ആദ്യത്തെ അമ്പരപ്പ് വിട്ടുമാറിയതും സദസ്യർ പരസ്പരം ചർച്ച ചെയ്തു. ഒരു കൊച്ചു ചെറുക്കനാണോ ദേവയാനിയെ വെല്ലുവിളിച്ചത്? ഇവന് മരണത്തെ പേടിയില്ലേ? ദേവയാനി ചെന്ന് അവന്റെ കോളറിൽ പിടിച്ച് വിരട്ടിയപ്പോഴേ എനിക്ക് അയ്യോ പാവം പയ്യൻ എന്നോർത്ത് സഹതാപമാണ് തോന്നിയത്. ആ, പക്ഷെ ഇവൻ അത്ര പാവമൊന്നും അല്ലാന്നാ തോന്നുന്നത്. ഭാർഗവ ഗ്രൂപ്പിൽ നല്ല മല്ലന്മാരൊന്നും ഇല്ലേ? കൊച്ചു പിള്ളേരെ കളത്തിലേക്ക് ഇറക്കി വിടാൻ പോകുന്നു. ഭാർഗവൻ സാറ് പോലും ദേവയാനിയോടുള്ള ഭയം അടക്കി പിടിച്ചായിരിക്കുന്നത്. അങ്ങനെ ഇരിക്കും ഈ ചെറുക്കൻ എന്ത് കണ്ടിട്ടായി കിടന്ന് തിളയ്ക്കുന്നത്? ഒരുപക്ഷെ പ്രായത്തിന്റെ ആവേശമായിരിക്കും. ഈ ചോരത്തിളപ്പൊക്കെ കുറച്ച് കഴിയുമ്പോൾ അടങ്ങിക്കോളും. പലരും ഓരോ അഭിപ്രായം പറഞ്ഞു. ഗാലറിയുടെ ഒരു മൂലയിൽ നിൽക്കുന്ന നീലിമയും അനന്തനെ കണ്ടു ഞെട്ടി. അവളുടെ അടുത്തിരിക്കുന്ന ആളുകളും ഇങ്ങനെ ഓരോന്ന് അനന്തനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അയ്യോ, അത് അനന്തനല്ലേ? ഇവൻ ഇതെന്തിനാ ഇവരോടൊക്കെ വഴക്കുണ്ടാക്കുന്നേ? ആരെങ്കിലും അവരോട് മിണ്ടാതിരിക്കാൻ പറ, ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാവും. അവരനന്തനെ എന്തെങ്കിലും ചെയ്താലോ എന്ന ശുദ്ധ ചിന്തയോടെ പറഞ്ഞു. നീ അവിടെ അടങ്ങിയിരിക്കും പെണ്ണേ. നമ്മൾ ആരും അവന് വരുത്തി വെച്ച പണിയല്ലല്ലോ, സ്വയം ഉണ്ടാക്കിയതല്ലേ, അനുഭവിക്കട്ടെ. അല്ലേലും കുറച്ച് അഹങ്കാരം ഉള്ളതാ. നമ്മളോടൊക്കെ കാണിക്കുന്നത് ഓട്ടേന്ന് വെക്കാം. വലിയ വലിയ ആളുകളോടും ഇങ്ങനെ ആളും തരവും നോക്കാതെ പ്രശ്നത്തിന് പോവാൻ ഇവൻ ആരാണെന്നാ ഇവന്റെ ഭാവം? രഘു നീലിമയോട് ചോദിച്ചു. പിന്നെ നിന്റെ നല്ലതിന് വേണ്ടി ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. ഇവിടെ ഇരുന്ന് ഇങ്ങനെ അയ്യോ അവനെ ഒന്നും ചെയ്യില്ലേ, എന്റെ കൂട്ടുകാരനാണ് എന്നൊക്കെ പറഞ്ഞ് കാറിക്കൂവി ബാക്കിയുള്ളവർക്ക് കൂടി പണി ഉണ്ടാക്കരുത്. അവന്റെ കാര്യം ഇതോടെ തീർന്നു. അവന്റെ ഫ്രണ്ട്സ് ആണെന്ന് കേട്ടാ നമ്മളെയും കൂടി ഈ പ്രശ്നം ബാധിക്കും. അതൊക്കെ വലിയ വലിയ ആൾക്കാരാ. അതുകൊണ്ട് നീ നിന്റെ സ്വന്തം സേഫ്റ്റി നോക്കി ഇവിടെ എങ്ങാനും അടങ്ങിയിരിക്കാൻ നോക്ക്. രഘു പറഞ്ഞത് കേട്ട് നീലിമയ്ക്ക് ഭയവും നിസ്സഹായതയും വിഷമവും എല്ലാം ഒരുപോലെ തോന്നി. ഇതേ സമയം സദസ്സിൽ മറ്റൊരു ഭാഗത്ത് സൈരന്ദ്രിയും കൂട്ടരും അനന്തനെ ശ്രദ്ധിക്കുകയും തിരിച്ചറിയുകയും ചെയ്തപ്പോൾ അവിടെയും ഇതുപോലെ ചർച്ചകൾ തുടങ്ങി. നോക്കി സൈരന്ദ്രി ചേച്ചി, ചേച്ചിയുടെ അനന്തേട്ടനല്ലത്. എന്തെങ്കിലും വേഗം ചെയ്യേ, ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാവും. അതെ ചേച്ചി, ദേവയാനി അനന്തേട്ടൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് രണ്ടു കൂട്ടരോടും മര്യാദ പാലിച്ച് സ്വന്തം സീറ്റിലേക്ക് പോവാൻ പറ ചേച്ചി, അതാ നല്ലത്. ഇല്ലെങ്കിൽ അവർ അനന്തേട്ടനെ കൊല്ലും. സൈരന്ദ്രിക്ക് കൂടെയുള്ള പെൺകുട്ടികൾ പറയുന്നത് കേട്ട് ആദ്യം ഒരു പരിഭ്രമം തോന്നി. പക്ഷേ പിന്നെ അത് മാറി മുഖത്ത് ആത്മവിശ്വാസത്തിന്റെ പുഞ്ചിരി തെളിഞ്ഞു. ചേച്ചി എന്താ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നേ? വേഗം എന്തെങ്കിലും ചെയ്ത് അനന്തേട്ടനെ രക്ഷിക്കേ. അനന്തനെ രക്ഷിക്കാന് എന്തിന്? അനന്തൻ ഇവിടെ ഷൈൻ ചെയ്യാൻ ഇത്ര നല്ലൊരു അവസരം ലഭിക്കുമ്പോ എന്തിനു വേണ്ടിയാണ് ഞാനത് മുടക്കുന്നത്? നിങ്ങൾ ടെൻഷൻ അടിക്കാതെ അവിടെ ഇരുന്ന് നടക്കാൻ പോകുന്ന കളി കാണാൻ, സൈരന്ദ്രി പറഞ്ഞു. പക്ഷേ ഇത്രയൊക്കെ പറഞ്ഞുവെങ്കിലും അവൾക്കും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചെറിയ ഭയം ബാക്കിയുണ്ട്. അനന്തനിൽ അവൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. നാരായണ കൈമളിന്റെ കൈവെട്ടിയത് അവൾ നേരിട്ട് കണ്ടതാണ്. പക്ഷേ നാരായണ കൈമളിനേക്കാളും എത്രയോ അധികം ശക്തിശാലിയാണ് ദേവയാനി. അവളുടെ കഴിവ് അനന്തനിലും ഉപരി ഉണ്ടാകുമോ എന്നും സൈരന്ദ്രിക്ക് വലിയ നിശ്ചയമില്ല. അതിൻ്റെതായ ഒരു പരിഭ്രമമുണ്ടെങ്കിലും അവൾ അനന്തൻ തന്നെ ജയിക്കുമെന്ന് അടിയുറച്ച് വിശ്വസിച്ചു.